മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് ഒരു വചനം നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാം. മാർക്ക് സുവിശേഷത്തിൽ നിന്ന് ഒരു വചനത്തെ നാം ഒരുമിച്ച് ധ്യാനം பண்ணுவோம். 5-ാം അധ്യായം 41-ാം വാക്യം 42-ാം വാക്യം. 5-ാം அதிகாரம் 41, 42 வசனங்கள். பிள்ளையின் கையை பிடித்து தலி தகுமி என்றார். அதற்கு சிறு பெண்ணை எழுந்திரு என்று உனக்கு சொல்லுகிறேன் என்ற அர்த்தமாம். உடனே சிறு பெண் எழுந்து நடந்தாள். அவள் 12 வயதுள்ளவளாய் இருந்தாள். அவர்கள் மிகுந்த ஆச்சரியப்பட்டு பிரமித்தார்கள். 12 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിനെ യേശു ജീവിപ്പിക്കുന്നതാണ് വായിച്ച വാക്യം. 12 വയதான ஒரு சிறு பெண்ணை மரணத்திலிருந்து உயிர்த்தெழுந்த சம்பவத்தை நீங்கள் படிக்கிறோம். വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ഈ 5-ാം അധ്യായം. மிகவும் முக்கியமான ஒரு அதிகாரம் தான் மார்க்கு சுவிசேஷம் 5வது அதிகாரம். ഈ 5-ാം അധ്യായത്തിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. இந்த 5ஆம் அதிகாரத்திலே முக்கியமான 3 சம்பவங்கள் சொல்லப்பட்டிருக்கிறது. ഒന്നാമത്തെ കാര്യം, முதலாவது காரியம், ഭൂതത്തെ പുറത്താക്കുകയാണ് യേശു. பிசாசை துரத்துகிறார் இயேசு. രണ്ടാമത്തെ കാര്യം, இரண்டாவது காரியம், ഒരു രോഗിയെ സൗഖ്യമാക്കുന്നു. ஒரு வியாதி பிடித்தவளை சுகமாக்குகிறார். മൂന്നാമത്തെ കാര്യം, மூன்றாவதாக മരിച്ച ഒരു കുഞ്ഞിനെ ഉയർപ്പിക്കുന്നു. மரித்த ஒரு சிறு பெண்ணை கர்த்தர் உயிர்ப்பிக்கிறார். പ്രധാനപ്പെട്ട 3 അത്ഭുതങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. முக்கியமான 3 அற்புதங்களை குறித்து அந்த அதிகாரத்திலே வாசிக்கிறோம். ആ 3 കാര്യങ്ങൾ ഇന്ന് രാത്രി വളരെ സ്ലോലി നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നു. சம்பவங்களையும் மிகவும் ஸ்லோவாக மெதுவாக உங்களுக்கு தெரிவிக்கிறோம். ഇതെല്ലാം നമ്മുടെ നാട്ടിൽ സംഭവിക്കണം. ഇതെല്ലാം നമ്മുടെ ദേശത്തിലും സംഭവിക്ക வேண்டும். നമ്മുടെ യേശു ഇന്നും ജീവിക്കും. നമ്മുടെ യേശു ഇന്നും ജീവിக்கிறார். എത്ര പേര് അത് വിശ്വസിക്കുന്നു? യേശു വിശ്വസിக்கிறവർ യേശു ഇന്നും ജീവിക്കും. യേശു ഇന്നും ജീവിக்கிறார். ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ജീവിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ആണ്ടവരായ യേശു ക്രിസ്തു ജീവിക്കുന്നതിനുடைய അടയാളമാகத்தான் இந்த അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത്. ദൈവവചനം ഉറപ്പിക്കപ്പെടുന്നത് തന്നെ അത്ഭുതങ്ങളാലാണ്. അത്ഭുത അടയാളങ്ങളിനാലാണ് தேவன் தம்முடைய வசனத்தை உறுதிப்படுத்துகிறார். ബൈബിൾ അങ്ങനെ പറയുന്നു. വേദപുസ്തകം വിധമായി சொல்லுகிறது. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വചനത്തെ ഉറപ്പിച്ചു. അത്ഭുത അടയാളങ്ങളിനാലെ വസനത്തെ ഉறுதிப்படுத்தினார். അപ്പോസ്തല പ്രവൃത്തി 10:38 വായിക്കുന്നു. അപ്പോസ്തല നടപടിയുടെ പുസ്തകം 10-ാം അധ്യായം 38-ാം വസനത്തിലെ നസറായനായ യേശുവിനെ ദൈവം അഭിഷേകം ചെയ്തത്, നസറായ യേശു ക്രിസ്തുവെ ദേവൻ വല്ലമയിനാലും പരിശുദ്ധാവിൽ അഭിഷേകം பண்ணுனது നന്മ ചെയ്യുവാനും നന്മ செய்வதற்கும் ദുരാത്മാക്കളെ പുറത്താക്കുവാനും പിശാചിന്റെ വല്ലമയിൽ അകപ്പെട്ടവളെ ഗുണമാക്കുம்படியாகும். അഭിഷേകം ദൈവം തന്നിരിക്കുന്നത്, അഭിഷേകത്തെ തന്നിരിക്കുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാനാണ്. അത്ഭുതങ്ങളെ അടയാളങ്ങളെ നടപ്പിப்பதற்காக. യേശു എവിടെയെല്ലാം പ്രസംഗിച്ചോ, യേശു എങ്കെല്ലാം പ്രസംഗിത്താരോ അവിടെയെല്ലാം രോഗികൾ സൗഖ്യമായി, അവിടെയെല്ലാം നോയാളികൾ സുഖമാனார்கள். ഇന്ന് രാത്രി യേശു രോഗികളെ സൗഖ്യമാക്കും. இந்த இரவிலே இயேசு கிறிஸ்து நோயாளிகளை சுகமாக்குவாராக. 3 കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ സംഭവിച്ചത്. 3 സംഭവങ്ങൾ அந்த அதிகாரத்திலே சொல்லப்பட்டிருக்கிறது. ഒന്ന്, 6000 ഭൂതമുള്ള ഒരു മനുഷ്യനെ യേശു വിടുവിച്ചു. முதலாவது 6000 பிசாசுகள் பிடித்திருந்த ஒரு மனுஷனை இயேசு விடுவித்தார். മർക്കോസിന്റെ സുവിശേഷം 4:35 മുതൽ വായിക്കുമ്പോൾ, മാർക്കിന്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ വസനം വാസിക്കും പൊழுது, അന്ന് സന്ധ്യയായപ്പോൾ യേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, അன்றைக்கு சாயங்காலமான பொழுது ஆண்டவராய் இயேசு கிறிஸ்து நம்முடைய சீஷரிடத்தில் விதமாய் சொன்னார், നമുക്ക് ഗലീല കടലിന്റെ അക്കരയ്ക്ക് പോകാം, நாம் கலிலியா கடற்கு அக்கறைக்கு போவோம் வாருங்கள் என்று சொன்னார். സാധാരണ പകൽ മുഴുവൻ മിനിസ്ട്രി ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം പകൽ മുഴുവൻ ஊழியத்தை நிறைவேற்றின பிற்பாடு എല്ലാ ശിഷ്യന്മാരും അവരവരുടെ വീട്ടിലേക്ക് പോകും. എല്ലാ സീസണിലും അവർ തങ്ങളുടെ വീട്ടിലേക്ക് செல்வார்கள். യേശു ഒലിവ് മലയുടെ മുകളിലേക്ക് പോകും. യേശു ഒലിവ് മലയിലെ മേലെ செல்வார். ഹല്ലേലൂയ. ഹല്ലേലൂയ. പത്രോസ് കവർണഹൂമിലേക്ക് പോകും. പേതുരു അവരുടെ ഇടത്തേക്ക് പോവാർ. എന്നാൽ യേശു ഒലിവ് മലയുടെ മുകളിലേക്ക് പോകും. ആனா യേശു ഒലിവ് മലയ്ക്ക് മേലാക செல்வார். 3.5 വർഷം ഒലിവ് മലയിൽ പാർത്തവനെയാ ഞാൻ സേവിക്കുന്നത്. 3.5 வருடம் ഒലിവ് മലയെ பார்த்து கொண்டிருந்தவரை தான் நான் சேவிக்கிறேன். രാത്രി മുഴുവൻ യേശു പ്രാർത്ഥിക്കും. இரவு முழுவதும் இயேசு ஜெபிக்கிறார். പകൽ മുഴുവൻ മിനിസ്ട്രി ചെയ്യും. பகல்காலம் முழுவதும் ஊழியத்தை செய்கிறார். മുഴു രാത്രി പ്രാർത്ഥന, இரவு ஜெபம், മുഴു പകലും മിനിസ്ട്രി, முழு பகல் வேளையிலும் ஊழியம். അതാണ് യേശുവിന്റെ മിനിസ്ട്രി. அதுதான் இயேசு கிறிஸ்து ஊழியத்திலே நடந்தது. പ്രാർത്ഥിക്കാൻ സമയമെടുത്താൽ, ജപിപ്പதற்கு നാം സമയത്തെ ആയത്തപ്പെടുത്തിനാൽ മിനിസ്ട്രി വിജയിക്കുവാനിടയായി, ஊழியத்திலே ஜெயம் பெற ஏதுவாகும். ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
എന്നാൽ അന്ന് വൈകുന്നേരമായപ്പോ ஆனால் அந்த நாளிலே சாயங்காலமான போது യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, இயேசு சீசர்களோடு சொன்னார், ഇന്ന് ആരും വീട്ടിൽ പോകുന്നില്ല, இன்னைக்கு யாரும் வீட்டுக்கு போக கூடாது, നമ്മൾ അക്കരയ്ക്ക് പോകാൻ പോകുകയാണ്. நாம் அக்கறைக்கு போகிறோம். എപ്പോഴാ യേശു ഇത് പറയുന്നത്? எப்பொழுது இயேசு சீசர் சொன்னார்? സന്ധ്യയായപ്പോ. சாயங்காலமான பொழுது. സന്ധ്യയായപ്പോ. சாயங்காலமான பொழுது. ഹല്ലേലൂയ. ஹல்லேலூயா. അപ്പൊ സന്ധ്യയായപ്പോ അക്കരയ്ക്ക് പോകുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. சாயங்காலம் அக்கறைக்கு போகிறது என்பது சற்று பிரயாசமான காரியம். കാരണം ഇത് ഗലീല കടലിൽ കൂടി വേണം പോകാൻ. கலிலியா கடல் வழியாக போக வேண்டும். ഗലീല കടൽ എന്ന് പറയുന്നത് கலிலியா கடல் என்று சொல்கிறது ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശുദ്ധ ജലമുള്ള ഒരു തടാകമാണ്. இஸ்ரவேலை குறித்து சொல்லும் பொழுது நல்ல சுத்த ஜலம் நிறைந்ததான ஒரு கடலாக கலிலியா கடல் காணப்படுகிறது. നിറയെ മത്സ്യങ്ങളുള്ള ഒരു ഗലീല കടൽ, ஏராளமான மீன்கள் கூட்டமாய் இருக்கிறதான ஒரு கடல். ശിഷ്യന്മാര് മുൻപ് അവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. சீஷர்கள் அந்த இடத்துல முன்பு வேலை செய்து கொண்டிருந்தார்கள். ആ കടൽ വളരെ പരിചയമാണ്. அந்த கடல் அவர்களுக்கு மிகவும் வழக்கமுள்ள கடலாய் இருந்தது. നമ്മൾ ഇസ്രായേലിൽ ചെല്ലുമ്പോ அங்க இஸ்ரவேலில் செல்லும்போது വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമ്മൾ കാണും. மிகவும் முக்கியமான 3 காரியங்களை பார்க்கலாம். ഒന്നാമത് യോർദാൻ നദി, ஒன்று யோர்தான் நதி, 2 ഗലീല കടൽ, இரண்டாவது கலிலியா கடல், 3 ചാവ് കടൽ. மூன்றாவது சவக்கடல். അങ്ങനെ ചാവുകൾ, ഡെഡ് സീ, ചാവുകടൽ. சவக்கடல். ഓക്കെ, 3 കാര്യങ്ങൾ പ്രധാനമായി നമ്മൾ കാണും. முக்கியமாக 3 காரியங்களை அங்கே பார்க்க முடியும். ഒന്ന് യോർദാൻ നദി, ஒன்று யோர்தான் நதி, 2 ഗലീല കടൽ, 2 கலிலியா கடல், 3 ചാവുകടൽ. 3 சவக்கடல். ഈ യോർദാൻ നദി വരുന്നത് இந்த யோர்தான் நதி கடந்து வருகிறது ഹെർമോൻ എന്ന് പറയുന്ന പർവ്വതത്തിന്റെ മുകളിൽ നിന്നാണ്. எர்மோன் மலையினுடைய மேலிருந்து அது பாய்ந்து வருகிறது. ഹെർമോൻ പർവ്വതമാണ് ഇസ്രായേലിലെ ഏറ്റവും ഉയർന്ന പർവ്വതം. எர்மோன் பர்வதம் தான் இஸ்ரவேலிலே மிகவும் உயரமான பர்வதம். അത് മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുകയാണ്. அது முழுவதும் பனி சூழ்ந்திருக்கிறது. എന്നാൽ വെയിൽ ഉദിക്കുമ്പോ ஆனால் வெயில் வரும்போது ഈ മഞ്ഞ് മുഴുവൻ ഉരുകാൻ തുടങ്ങും. இந்த பனி முழுவதும் உருக ஆரம்பிக்கும். അതുകൊണ്ടാ ജോഷുവയുടെ പുസ്തകത്തിൽ വായിക്കുന്നത്, அதனாலதான் யோசுவாவினுடைய புத்தகத்தில் வாசிக்கிறோம், കൊയ്ത്ത് കാലത്തൊക്കെ യോർദാൻ കരകവിഞ്ഞൊഴുകും. அவன் அறுப்பு காலம் முழுவதும் யோர்தான் கரை புரண்டு ஓடும். സാധാരണ ചൂടുള്ള സമയത്ത് വെള്ളം കുറയുക ചെയ്യണ്ടേ. சாதாரணமாக சூடு அதிகரிக்கிற நாட்களிலே தண்ணீர் குறைய வேண்டும். പക്ഷെ യോർദാനിൽ ചൂടുള്ള സമയത്ത് വെള്ളം കൂടുകയാണ്. ஆனா யோர்தான் நதியில் நல்ல வெப்பமான சூழ்நிலையிலே தண்ணீர் அதிகரிக்கிறது. ഇത് അത്ര ഉയരത്തിൽ നിന്ന് വരുന്നത് കൊണ്ട് இது உயரமான மலையிலிருந்து வருகிறபடினால் ഭയങ്കര സ്പീഡിൽ ഇത് കുത്തി പാഞ്ഞൊഴുകുകയാണ്. மிகவும் வேகமாக பாய்ந்து வருகிறது. ഇത് ചെന്ന് ചേരുന്നത് ഗലീല കടലിലാണ്. இது சென்று சேருகிற இடம் கலிலியா கடல். ഗലീല കടല് മത്സ്യസമ്പത്ത് കൊണ്ട് നിറഞ്ഞതാണ്. கலிலியா கடல் மீன் கூட்டங்கள் நிறைந்த கடல். എന്നാൽ ഈ ഗലീല കടൽ ஆனால் இந்த கலிலியா கடலிலே അവസാനം ചെന്ന് ചേരുന്നത് ചാവ് കടലിലാണ്. கடைசியாக சென்று சேருகிற இடம் சவக்கடல். ആ ചാവ് കടലിൽ മുഴുവൻ ജീവനുള്ളതൊന്നും അതിന്റെ അകത്തില്ല. அந்த சவக்கடலிலே ஜீவனோடு இருப்பது ஒன்றும் அங்கே இருக்காது. ഭയങ്കര ഉപ്പുള്ള ഒരു കടലാണ്. மிகவும் കഠിനமான ഉപ്പ് അടർത്തി உள்ளதான ഒരു கடல். മനുഷ്യരൊക്കെ അതിന്റെ അകത്ത് ഇറങ്ങിയാൽ പൊങ്ങിക്കിടക്കുന്നത് കാണാം. மனிதன் அந்த கடலில் இறங்கினால் அவன் மிதந்து கிடப்பான். ഒരു ജീവൻ ഉള്ളത് പോലും അതിന്റെ അകത്തില്ല. ஒரு ஜீவனுள்ள பிராணி அந்த கடலில் இருக்காது. എല്ലാവരും ആ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. எல்லாரும் இந்த 3 காரியங்களை கவனிங்கள். യോർദാൻ നദി കുത്തി പാഞ്ഞൊഴുകി വരികയാ. யோர்தான் நதி அது வேகமாக பாய்ந்து வருகிறது. നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ ആരംഭം അങ്ങനെയാണ്. நம்முடைய ஆவிக்குரிய ஜீவியத்தினுடைய ஆரம்பம் அதுதான். കുത്തി പാഞ്ഞൊഴുകിയാ നമ്മൾ വരുന്നേ. பரிசுத்த ஆவியாகிய நதிக்குள்ளாக மூழ்கி நாம் வருகிறோம். നമ്മൾ അഭിഷേകം പ്രാപിച്ച ആദ്യ സമയങ്ങൾ, நாம் അഭിഷേകத்தை பெற்றுக்கொண்ட ആദ്യ നാட்களிலே, രക്ഷിപ്പിലേക്ക് വന്ന ആദ്യ സമയങ്ങൾ, രക്ഷിക്കപ്പെട്ട முதலாம் നാളിலே, സ്നാനമേറ്റ ആദ്യ സമയങ്ങൾ, ஞானஸ்நானம் பெற்றுக்கொண்ட ஆரம்ப நாட்களிலே നമ്മുടെ ആവേശം യോർദാൻ നദി പോലെയാണ്. நம்முடைய வேகம் யோர்தான் நதியை போல இருந்தது. നമ്മുടെ സ്പീഡ് ഭയങ്കരമാണ്. நம்முடைய வேகம் பயங்கரமாய் இருந்தது. ആരാധിക്കുക എന്നുള്ളത് നമ്മുടെ ആവേശമാണ്. ஆராதிப்பது என்று சொல்வது நாம் ആവേശமாக ചെയ്തோம். അത്ര സ്പീഡിലാ നമ്മൾ വരുന്നത്. அவ்வளவு வேகத்திலே நாம் வந்தோம். എന്നാൽ നമ്മൾ ഗലീല കടലിലേക്ക് വന്നു ചേരുമ്പോ ஆனால் நம்ம கலிலியா கடல் அனுபவத்தில் வரும்போது അവിടെ സമ്പൽ സമൃദ്ധമാണ്. அங்கே நல்ல பொருளாதார நிலை மிக அதிகமாக இருக்கிறது. ധാരാളം മത്സ്യ സമ്പത്തുകളാണ്. அதிகமான மீன் சம்பத்துகள் இருக்கிறது. പണ്ടത്തെ ബുദ്ധിമുട്ടുകളെല്ലാം മാറി கடந்த நாட்கள் உள்ளதான குறைவுகள் எல்லாம் மாறினது. എല്ലാം മങ്ങിയ
നിലമേലായിരുന്നു ആദ്യമൊക്കെ. அன்றைக்கு மங்கின நிலைகள் இருந்தது. അതെല്ലാം മാറി அந்த மங்கின நிலைமை மாறி കുറച്ച് സമ്പത്തൊക്കെ ആയി, ഇപ്പോൾ பொருளாதார நிலைமையில உயர்ந்தோம், കുറച്ച് മാന്യതയൊക്കെ ആയി, கொஞ்சம் கனம் பெற்றோம், ഗലീല കടലിന്റെ അവസ്ഥയിലെത്തി. கலிலியா கடலுடைய நிலைமையில கடந்து வந்தோம். മൂന്നാമത്തെ കാര്യം, மூன்றாவது காரியம், ആവേശത്തോടുകൂടെ വരുന്ന ഈ നദി மிக வேகமாக வந்த இந்த நதி സമ്പത്തുമായി കണക്ട് ചെയ്യുന്ന ഗലീല കടലിൽ എത്തുമ്പോ பொருளாதாரமாக சூழ்ந்துள்ள இந்த நிலைமை வரும்போது കുറച്ച് കഴിയുമ്പോൾ ഇത് ചാവ് കടലിൽ ചെന്ന് ചേരുകയാണ്. கொஞ்சம் தாண்டும் போது அது சவக்கடலில் போய் சேர்கிறது. ജീവൻ ഇല്ലാത്ത പോലെ വരികയാണ്. ஜீவன் இல்லாத ஒரு நிலைமையில வருகிறோம். ഒരിക്കലും നമ്മൾ അങ്ങനെയാകരുത്. ஒருபோது நம்ம அப்படி ஆகக்கூடாது. എങ്ങനെ നമ്മൾ ആരംഭിച്ചോ எவ்விதமாய் நாம் ஆரம்பித்தோம் അതിനേക്കാൾ ശക്തിയോടെ നാം അവസാനിക്കണം. அதைவிட வல்லமையோடு நம்முடைய முடிவு இருக்க வேண்டும். ബൈബിൾ പറയുന്നു, வேதம் சொல்லுகிறது, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ உங்களிடത്തെ நற்கிரியை ஆரம்பித்தவர் കർത്താവിന്റെ നാളോളം അതിനെ തികയ്ക്കുവാനിടയായി തീരും. கர்த்தருடைய நாள் வரையிலும் அது நிறைவேற்ற வல்லவராயிருக்கிறார். ബൈബിൾ പറയുന്നു, பைபிள் சொல்லுகிறது, നിന്റെ ആരംഭത്തെക്കാൾ നിന്റെ അവസാനം നല്ലതായിരിക്കണം. உங்களுடைய ஆரம்பத்தை கால்களும் முடிவு உத்தமமாய் இருக்க வேண்டும். യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, இயேசு தன்னுடைய சீஷர்களோடு சொன்னார், നമുക്ക് അക്കരയ്ക്ക് പോകാം. நாம் அக்கறைக்கு போகலாம். എന്തിനാ പോകുന്നതെന്ന് അവർ ചോദിച്ചില്ല. எதற்காக நாம் அக்கறைக்கு போகிறோம் என்று அவர்கள் இயேசுவிடம் கேட்கவில்லை. എന്തിനാ പോകുന്നതെന്ന് യേശു പറഞ്ഞുമില്ല. எதற்காக நாம் போகிறோம் என்று இயேசுவோ அவர்களுக்கு சொல்லவில்லை. ഈരണ്ടായി അവർ പടകിൽ കയറിയിരുന്നു. அப்படியே வரிசையாக அவர்கள் படகில் ஏறி உட்கார்ந்தார்கள். പടകിന്റെ അമരത്ത് യേശുവിന് സീറ്റ് ഒരുക്കി. இயேசு கிறிஸ்துவுக்கு அந்த படகினுடைய அடிஸ்தானத்திலே இடத்தை ஒதுக்கினார்கள். അവർ മുമ്പോട്ട് പോവുകയാണ്. அவர்கள் இப்படியே யாத்திரை முன்னாய் ആ செல்கிறார்கள். സമയത്ത് യേശു അമരത്ത് തല വെച്ച് ഉറങ്ങാൻ തുടങ്ങി. இயேசு கிறிஸ்து அங்கே தலை வைத்து தூங்க ஆரம்பித்தார். ആ സംഭവം നമുക്ക് നന്നായി അറിയാം. அந்த சம்பவம் நமக்கு நல்லா தெரியும். മർക്കോസ് 4:35 മുതൽ വായിക്കുമ്പോ, மார்க் 4ஆம் அதிகாரம் 35ஆம் வசனம் முதல் வாசிக்கும் பொழுது 37ஆம் വാക്യത്തിൽ 37வது வாக்கியத்தில், അപ്പോൾ വലിയ ചുഴലിക്കാറ്റടിക്കാൻ തുടങ്ങി. அப்பொழுது பலத்த சுழல் காற்று எழும்பினது. ആ സമയത്ത് എന്ത് സംഭവിച്ചു? அந்த வேளையில என்ன சம்பவித்தது? ഗലീല കടലിന്റെ സ്വഭാവം മാറുവാനിടയായി. கலிலியா கடல்களுடையதான அதனுடைய குணங்கள் மாற ஆரம்பித்தது. ഞാൻ ഇസ്രായേലിൽ 7 പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്. 7 முறை இஸ்ரவேலில் கடந்து போயிருக்கிறார். ഗലീല കടലിൽ 7 പ്രാവശ്യം ഞാൻ ബോട്ടിൽ സഞ്ചരിച്ചിട്ടുണ്ട്. கலிலியா கடலிலே 7 முறை நான் படகிலே சஞ்சரித்திருக்கிறேன். സത്യത്തിൽ ഗലീല കടൽ കടലല്ല, ഒരു തടാകമാണ്. கலிலியா கடலை பார்த்தால் ஒரு கடல் அல்ல, அது ஒரு ஏரி என்று சொல்ல முடியும். ചെറിയ ഒരു തടാകമാണത്. ചെറിയ ഒരു ഏരിയെ പോലെ இருக்கும். കന്യാകുമാരി ഡിസ്ട്രിക്റ്റുകാർക്ക് കടൽ എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. கன்னியாகுமரி மாவட்டத்தை சேர்ந்தவர்களுக்கு கடல் எப்படி இருக்கும் என்று சொல்ல வேண்டிய அவசியம் இல்லையே. ഗലീല കടലിനെ നിങ്ങൾ അങ്ങനെ കാണരുത്. கலிலியா கடலை அப்படியே நீ பார்க்க கூடாது. ചെറിയ ലേക്കാണ്, തടാകമാണ്. ஒரு தடாகம், ஒரு ஏரியாக இருக்கிறது. പക്ഷെ എന്തുകൊണ്ടാണ് ഇതിനെ കടൽ എന്ന് പറയുന്നത്? ஏன் இதை கலிலியா கடல் என்று சொல்கிறார்கள்? അന്ന് സുവിശേഷം എഴുതിയവർ കടൽ കണ്ടിട്ടില്ലയോ ആവോ എനിക്കറിയില്ല. சுவிசேஷம் எழுதினவர்கள் இதுவரை கடலை சமுத்திரத்தை பார்த்தது இல்லையோ என்பது எனக்கு தெரியாது. പക്ഷെ ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം. நான் ஒரு உண்மையை சொல்கிறேன். ഇത് തടാകമാണെങ്കിലും இது ஏரியாக இருந்தாலும் ചില സമയങ്ങളിൽ சில வேளைகளில் ഇത് കടലിന്റെ സ്വഭാവം കാണിക്കും. இது கடலினுடைய குணத்தை வெளிப்படுத்தும். ചില വിശ്വാസികളെ പോലെ சில விசுவாசிகளை போல സൺഡേ പക്ക വിശുദ്ധനാണ്. ஞாயிற்றுக்கிழமை முழு பரிசுத்தவா. എന്ന ചില സമയങ്ങൾ ஆனா சில வேளைகளில் ഇത് കടൽ പോലെ അങ്ങ് ക്ഷോഭിക്കാൻ തുടങ്ങും. இது கடல் போல பொங்க ஆரம்பிக்கும். ഒരു പ്രശ്നം വരുമ്പോ, ஒரு பிரச்சனை வரும்போது തടാകം കടലായി മാറുകയാ. ஏரி இப்போது கடலாக மாறுகிறது. നിങ്ങൾ ആരും വിഷമിക്കേണ്ട, നിങ്ങളുടെ കാര്യം അല്ല പറഞ്ഞേ. நீங்கள் யாரு கவலைப்பட வேண்டாம், உங்களை குறித்து அல்ல சொன்னது. ഞാൻ ഗലീല കടലിന്റെ കാര്യ പറഞ്ഞേ. நான் கலிலியா கடலை குறித்து ഒരു சொல்றேன். ഹല്ലേലൂയ പറയാമോ? ஹல்லேலூயா, ഹല്ലേലൂയ. ஹல்லேலூயா. സ്വഭാവത്തിൽ ഇത് തടാകമല്ല, കടലാണ്. குண அதிசயத்திலே இது ஏரி அல்ல, இது கடல். ഇപ്പോ ആ പടക് ഇങ്ങനെ ആടി ഉലയാൻ തുടങ്ങി. அந்த கடல் மேல் சென்று கொண்டிருந்த படகு ஆடி ஆடி அசைய ஆரம்பிக்கிறது. ശിഷ്യന്മാർക്ക് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. சீஷர்கள் அவ்வளவு பெரிய பிரச்சனை ஒன்றுமில்லை. കാരണം അവർ ഓൾറെഡി ഈ തടാകവുമായി ബന്ധമുള്ളവരാ. ஏற்கனவே இந்த கடலோடு தொடர்புடையவர்கள். പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോ கொஞ்ச நேரம் தாண்டின பொழுது അവരുടെ കൺട്രോൾ, കയ്യിൽ നിന്ന് കൺട്രോൾ എല്ലാം പോയി. அவரால் கண்ட்ரோல் பண்ண முடியாத நிலை வந்தது. വെള്ളം അകത്തേക്ക് കയറാൻ തുടങ്ങി. கடல் தண்ணீர் படகுக்குள்ளே வர ஆரம்பித்தது. അവര് വാ വിട്ട് വിളിക്കാൻ തുടങ്ങി. அவர்கள் வாய் திறந்து அலற ஆரம்பித்தார்கள். അതുവരെ ഉറങ്ങിക്കിടന്ന യേശുവിനെ അവർ ഉണർത്തി. தூங்கிக் கொண்ட இயேசு அவர்கள் தட்டி எழுப்பினார்கள். ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? இயேசுவே, நாங்கள் மரித்து போகிறது உமக்கு கவலை இல்லையா? എന്താ യേശു അവിടെ ഉറങ്ങാൻ കാര്യം? இயேசு அங்கே நித்திரை பண்ண காரணம் என்ன? ശിഷ്യന്മാർ പടകിൽ ഉള്ളത് കൊണ്ടാണ്. சீஷர்கள் படகில் இருக்கிறபடியினாலே. ശിഷ്യന്മാര് പടകിലുണ്ടെ അവര് കാര്യങ്ങൾ ചെയ്തോളും, എനിക്ക് ഉറങ്ങാമല്ലോ. ஆமா,
இயேசு கிறிஸ்துவோடு கூட படகிலே சீசர்கள் இருந்தபடியினாலே அவர்கள் இந்த பிரயாணத்துக்குரிய காரியங்களை பார்த்துக் கொள்வார்கள். ஆகவே நாம் இத்தனை பண்ணலாம். ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ യേശുവിന്റെ ശിഷ്യന്മാരാണ്. நாம் இயேசு கிறிஸ்துவினுடைய சீஷர்கள். യേശു നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുകയാ. இயேசு நம்முடைய உள்ளில் வாசம் பண்ணுகிறார். യേശു എന്തെല്ലാം ചെയ്തോ இயேசு எதெல்லாம் செய்தாரோ അതെല്ലാം നിന്റെ കൈ കൊണ്ട് ചെയ്യുവാൻ യേശു ആഗ്രഹിക്കുകയാ. இயேசு எதை செய்தாரோ அதை உன் கையால் செய்யும்படி இயேசு விரும்புகிறார். യേശു രോഗികളെ സൗഖ്യമാക്കി. இயேசு நோயாளிகளை குணமாக்கினார். നിങ്ങളുടെ കൈ കൊണ്ട് രോഗികളെ നിങ്ങൾ സൗഖ്യമാക്കാൻ യേശു ആഗ്രഹിക്കുകയാ. கரங்களினாலே நோய்களை சுகமாக்கும்படி இயேசு உங்களை குறித்து விரும்புகிறார். യേശു ഭൂതങ്ങളെ പുറത്താക്കി. இயேசு கிறிஸ்து பிசாசை துரத்தினார். അതേപോലെ തന്നെ ഭൂതങ്ങളെ പുറത്താക്കാൻ യേശു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാ. അതുപോലെ പിശാചുകളെ അവരുടെ നാമത്തിലെ തുരത്തുമ്പടിയാ നമ്മை குறித்து அவர் விரும்புகிறார். അങ്ങനെ സംഭവിക്കുമെന്ന് എത്ര പേർ அப்படி വിശ്വസിക്കുന്നു? സംഭവിக்கிறவர் என்று எத்தனை பேர் விசுவாசிக்கிறீர்கள்? ബൈബിൾ പറയുന്നു வேதம் சொல்லுகிறது യേശു എഴുന്നേറ്റു இயேசு எழும்பினார். തന്റെ കൈ ഉയർത്തി தன்னுடைய கரத்தை உயர்த்தினார். കാറ്റിനോട് പറഞ്ഞു காற்றோடு சொன்னார் അടങ്ങുക. அடங்கியிரு. കടലിനോട് പറഞ്ഞു கடலோடு இருந்தார் ശാന്തമാകുക. நீ அமைதியாயிரு. അപ്പോൾ തന്നെ அப்போதுதானே കാറ്റ് അടങ്ങി காற்று அமர்ந்தது. കടല് ശാന്തമായി. கடல் அமைதியாயிருந்தது. ബൈബിൾ പറയുന്നു வேதம் சொல்லுகிறது വലിയ ശാന്തതയുണ്ടായി. மிகுந்த அமைதல் உண்டாயிற்று. വലിയ ശാന്തത. மிகுந்த அமைதி உண்டாயிற்று. ആദ്യം വായിച്ചത് വലിയ ചുഴലിക്കാറ്റ്. முதல்ல வாசிக்கிறது பெரிய ஒரு சுழல் காற்று. പിന്നെ വായിച്ചത് വലിയ ശാന്തത. பிற்பாடு வாசிக்கிறோம் மிகுந்த அமைதல் உண்டாயிற்று. 37 വാക്യം 37வது വലിയ வசனம். ചുഴലിക്കാറ്റ്. அந்த சுழலி காற்று വലിയ ചുഴലിക്കാറ്റ്. பெரிய பலத்த சுழல் காற்று. 39 വാക്യം 39வது வசனம். വലിയ ശാന്തത. மிகுந்த அமைதல். ഞാൻ എന്തിനാ വചനം പറഞ്ഞെന്നറിയാമോ? எத்தனை வசனம் சொன்னது தெரியுமா? നിങ്ങളുടെ വീട്ടിൽ അത് സംഭവിക്കാൻ പോകയാ. உங்களுடைய வீட்டிலே அது சம்பவிக்க போகிறது. ഏതെല്ലാം വീട്ടിൽ വലിയ ചുഴലിക്കാറ്റ് അടിക്കുന്നുണ്ടോ எந்தெந்த வீடுகளில் பெரிய பலத்த சுழல் காற்று வீசிக்கொண்டிருக்கிறதோ അവിടെയെല്ലാം വലിയ ശാന്തത ഉണ്ടാകാൻ പോകയാ. அங்கே எல்லாம் மிகுந்த அமைதல் உண்டா போகிறது. കരമൊന്ന് അടിച്ച് കർത്താവിന് നന്ദി പറയുക. വലിയ ശാന്തത ഉണ്ടാകാൻ പോകയാ. மிகுந்த அமைதல் உண்டா போகிறது. നിങ്ങളുടെ ഫാമിലിയിൽ വലിയ ശാന്തത ഉണ്ടാകാൻ പോകയാ. குடும்பத்தில் மிகுந்த அமைதி உண்டாக போகிறது. നിങ്ങളുടെ സഭയിൽ വലിയ ശാന്തത ഉണ്ടാകാൻ പോകയാ. சபையிலே மிகுந்த அமைதல் உண்டாக போகிறது. ചില പ്രശ്നങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകാൻ പോകയാ. பிரச்சனைகள் இயேசுவின் நாமத்தில் உங்களை விட்டு மாறி போக போகிறது. ഹല്ലേലൂയ. ஹல்லேலூயா. എന്താണ് അവിടെ സംഭവിച്ചത്? என்ன அங்கே சம்பவித்தது? എങ്ങനെയാണ് ഈ കാറ്റ് വന്നത്? எப்படி இந்த കാറ്റ് വന്നത്? ശിഷ്യന്മാർക്ക് അറിയില്ല. சீஷர்களுக்கு அதை கூட தெரியாது. യേശുവിന് അത് അറിയാം. இயேசுவிற்கு അറിയാൻ முடியும். യേശു ഗലീല കടലിന്റെ കരയിൽ നിന്ന് പടകിലേക്ക് കയറുമ്പോ ஆண்டவராய் இயேசு கிறிஸ்து கலிலேயா கடல் கரையிலே வந்து படகிலே கால் வைத்து ஏறின போது യേശുവിന് അറിയാം എന്തിനാ പോകുന്നേ. இயேசுவுக்கு தெரியும் எதற்காக போகிறோம் என்று. അക്കരെ നാട്ടില് ഒരു ഭൂതഗ്രസ്തനുണ്ട്. அக்கறை நாட்டிலே பிசாசினால் பிடிக்கப்பட்ட ஒரு மனுஷன் இருக்கிறார். അവനെ വിടുവിക്കാനാ യേശു ആ പടകേറി പോകുന്നത്. அவனை விடுவிப்பதற்காக தான் இயேசு படகில் ஏறி அங்கே செல்லுகிறார். ഇക്കരെ വെച്ച് യേശു കൽപ്പിച്ചു വിട്ടുമാറുക. இயேசு கிறிஸ்து இக்கரையிலே வைத்து புறப்பட்டு போ കൽപ്പിച്ചിരുന്നു എന്നൊരു വചനം அவர் கட்டளை இட்டார் என்று வசனம் சொல்லவில்லை. ഹല്ലേലൂയ. ഹല്ലേലൂയ. കൽപ്പിച്ചിരുന്നു. அவர் കட்டளை ഇട്ടിരുந்தார். പിശാച് ഇളകാൻ തുടങ്ങി. பிசாசு அங்கே எழும்ப தொடங்கினது. ഇക്കരെ വെച്ച് പറഞ്ഞപ്പോഴേ അക്കരെ പിശാച് ഇളകാൻ തുടങ്ങി. இக்கரையிலே வைத்து சொன்ன பொழுதே அக்கறையில் இந்த பிசாசு எழும்ப ஆரம்பித்தது. ഇന്ന് രാത്രി അവൻ കൽപ്പിക്കാൻ പോകയാ. இந்த ராத்திரி வேளையில அவர் கிரியை செய்ய போகிறார். നിന്റെ മറുപടിയെ തടഞ്ഞു വെച്ചിരിക്കുന്ന പിശാചിനോട് കമാൻഡ് ചെയ്യാൻ പോകയാ. இந்த வாழ்க்கையிலே தடை பண்ணி வைத்திருக்கிற அந்த பதிலுக்கு ஆண்டவர் கிரியை செய்ய போகிறார். ഇന്നലെ രാത്രി ഞാൻ ഇവിടെ വചനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ நேற்றைக்கு இரவிலே வசனம் சொல்லிக் கொண்டிருக்கும் போது സെഖറിയാവിനും എലിസബത്തിനും തലമുറകളില്ലാതിരുന്നത് പോലെ சகரியா எலிசபெத்திற்கு சந்ததிகள் பிள்ளைகள் இல்லாதிருந்த போது കുടുംബജീവിതം ആരംഭിച്ചിട്ട് തലമുറകളില്ലാതിരിക്കുന്ന ചിലർ ഇവിടെയുണ്ട്. குடும்ப ஜீவிதம் ஆரம்பித்து பிள்ளைகள் இல்லாமல் இருக்கிற அநேகர் இந்த இடத்தில் ഇന്ന് இருக்கிறீர்கள். രാത്രി ഞാൻ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകയാ. இந்த இரவேளையில் அந்த விஷயத்துக்காக நான் ஜெபிக்க போகிறேன். കൽപ്പിക്കാൻ പോകയാ. நான் கட்டளையிட போகிறேன். അടുത്ത വർഷം ഈ സമയം വരുമ്പോൾ ഒരു അത്ഭുതം നിന്റെ വീട്ടിൽ സംഭവിക്കും. அடுத்த வருஷம் இந்த இப்படிப்பட்ட நாட்கள் வரும்போது உன்னுடைய வீட்டில் அது சம்பவிக்கும். ഇനി നീ ആ വിഷയത്തിന് കരയണ്ട. இனிமேல் நீ அழுது புலம்ப ഇന്ന് வேண்டாம். രാത്രി അതിന്റെ മറുപടി കർത്താവ് തരാൻ പോകയാ. இந்த ராத்திரி வேளையில அதற்கு பதில் இயேசு வரப்போகிறார். വായ തുറന്ന് അന്യ ഭാഷകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഭാഷകളോട് കർത്താവ് മഹിമപ്പെടുത്തുക. ഇന്ന് കരങ്ങളെ രാത്രി ഒരു വിടുതലിന്റെ രാത്രി
രാത്രിയാണ്. இந்த ராத்திரி வேளையில ஒரு விடுதலை இரவாய் നിന്റെ இருக்கிறது. കണ്ണുനീർ ഇന്ന് രാത്രി തോരാൻ പോകയാ. இந்த ராத்திரி வேளையில உன்னுடைய கண்ணீர் துடைக்கப்பட போகிறது. യേശുവിന്റെ അത്ഭുതം നിന്റെ ലൈഫിൽ നടക്കാൻ പോകയാ. இயேசுவின் அற்புதம் உன்னுடைய வாழ்க்கையில நடக்க போகுது. ഇവിടെ മാത്രമല്ല, இங்கே മാത്രമല്ല, ഈ ലൈവിൽ ഞങ്ങളെ വാച്ച് ചെയ്യുന്നവരുടെ ചില വീടുകൾക്കകത്ത്, இந்த லைவிலே நீங்கள் கவனிக்கிற வீடுகளிலே നിന്റെ വീട്ടിനെ ദൈവം തൊടാൻ പോകയാ. இந்த வீட்டிலே தேவன் கிரியை செய்ய போகிறார். കരമടിച്ച് അന്യഭാഷകളിൽ അല്പസമയം அந்நிய സ്തോത്രം ചെയ്യാമോ? ഭാഷകളോട് கர்த்தரை மகிமைப்படுதோ. ആരും ആരെയും നോക്കണ്ട. யாரும் மற்றவர்களை பார்க்க അങ്ങ് வேண்டாம். പുറകിൽ, അകത്ത്, ഫ്രണ്ടിൽ എല്ലാവരും ആ കരം ചേർത്തടിച്ച് ദൈവത്തിന് നന്ദി പറയുക. முன்னால் இருக்கிறவள், முன்னால் இருக்கிறவள் எல்லாரும் கரங்களை கொட்டி கர்த்தரை நன்றியோடு ஸ்தோத்தரிப்போம். ഗർജിക്കുന്ന സിംഹം പോലെ கர்ச்சிக்கிற சிங்கம் போல ദൈവശക്തി ഇവിടെ വെളിപ്പെടുകയാ. தேவனுடைய வல்லமை வெளிப்பட போகிறது. നിന്റെ ലൈഫിൽ ഒരു തലമുറ ലഭ്യമാകാതിരിക്കത്തക്കവണ്ണം, உன்னுடைய வாழ்க்கையில ஒரு பிள்ளை கிடைக்காமல் இருக்கத்தக்கவண்ணம் നിന്നെ തടഞ്ഞത് ശാരീരിക ബന്ധനമാണെങ്കിൽ சரீர பிரகாரமான கட்டுகளாயிருந்தால் ഇന്ന് രാത്രി അത് അഴിയാൻ പോകയാ. ராத்திரி வேளை அவிழ்க்கப்பட போகிறது. പൈശാചിക ബന്ധനമാണെങ്കിൽ பிசாசுடைய കട്ടായിരുந்தாൽ ഇന്ന് രാത്രി അത് അഴിയാൻ இந்த പോകയാ. இரவேளையில் அது அவிழ்க்கப்பட போகிறது. പരമ്പരാഗതമായി വന്ന ബന്ധനമാണെങ്കിൽ பரம்பரையாய் வந்த கட்டுகளாயிருந்தால் ഇന്ന് രാത്രി അത് അഴിയാൻ പോകയാ. ராத்திரி வேளை அது அழிய போகிறது. നാളെ രാത്രിയല്ല, நாளை ராத்திரி அல்ல, ഇന്ന് രാത്രി இந்த இரவேளையிலே യേശു അത് അഴിക്കാൻ പോകയാ. இயேசு அதை அவிழ்க்க போகிறார். വായി തുറന്ന് കൽപ്പിക്കുക. வாயை திறந்து கட்டளையிடுறோம். ஹalleluya, ஆமென், ஆமென், ஆமென். எல்லாரும் விசுவாசத்தோடு கரங்களை கொட்டி, கரங்களை கொட்டி, கரங்களை கொட்டி. உடா ராதா ராதா ரீதா ரவா 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 ரவா. உடா ராதா ராதி ரீகா பாலா சக்தனா ரவா. உடா ராதா ந சக்க ரவா ரவி காலவா. உம்முடைய ஆத்துமான வல்லமை வெளிப்படுவதற்காக ஸ்தோத்திரம். வல்லமையான கிரியை வெளிப்படுவதற்காக ஸ்தோத்திரம். உடா ராதா ராதா ரீதா ரவி கபாலா தரா தலா தீரா. உடா ராதா ர சபத ஜனக பௌ ஷம்ப பாபா பாபா ரவா ரவி ரவா 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 ரவா. जिलगा बाथोरा बाखा शठा काथरा बाखता रबा राठा लब्रा बाखो शठारिया बहलका महासी अर्था लब्रा बाखा शठारा बाखाश इबाला बाला वशगरा बारा 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 विका बाला वशगरा बा उडा बाला वशगरा बारा बाला इबाला वशगरा बारा बाला बाला बा उडा बाला वशगना. Holy Spirit of God, Ramla Bakosha ആവിയാനവരേ സ്തോത്രം. Hallelujah. ഹല്ലേലൂയ. എന്റെ യേശുവിന് ദൂരം ഒരു പ്രശ്നമല്ല. என்னுடைய இயேசுவுக்கு தூரம் ஒரு பிரச்சனை அல்ல. സങ്കീർത്തനം 107 വായിക്കുന്നു. 107வது சங்கீதத்திலே வாசிக்கிறோம். അവൻ തന്റെ വചനം അയച്ചവരെ വിടുവിച്ചു. அவர் தம்முடைய வசனத்தை அனுப்பி அவர்களை விடுவித்தார். വചനം അയച്ചു വിടുവിച്ചു. வசனத்தை அனுப்பி விடுவித்தார். പ്രകാശ വേഗതയേക്കാൾ വേഗതയാ വചനത്തിന്. காற்றை விட வேகமாக அவருடைய வசனம் கிரியை செய்கிறது. ഭയങ്കര വേഗതയാ വചനത്തിന്. மிகவும் வேகமாய் வசனம் கிரியை செய்கிறது. എത്ര ദൂരത്താണ് നിന്റെ വിഷയമെങ്കിലും, உன்னுடைய விஷயங்கள் எவ்வளவு தூரத்திலே ஆயிருந்தாலும் അതിവേഗം ഓടിപ്പോകും ദൈവവചനം. இது வேகமாய் ஓடி மறையும் தேவனுடைய வசனத்தினாலே. പക്ഷെ വചനം അത്ര വേഗത്തിൽ പോകണമെങ്കിൽ നീ വചനം വായി തുറന്ന് പറയണം. வசனம் அவ்வளவு வேகத்திலே கிரியை செய்ய வேண்டுமானால் நீ வாயை திறந்த வசனத்தை சொல்ல வேண்டும். ഹല്ലേലൂയ. அல்லேலூயா. യേശു അക്കരെ എത്തിയപ്പോ இயேசு அக்கறை சென்று சேர்ந்த பொழுது ഭൂതഗ്രസ്തൻ ഓടി വന്നു. பிசாசு பிடித்திருந்த ஒரு மனுஷன் ஓடி அவரிடத்தில் வருகிறார். യേശു കർത്താവിനോട് പറയുക. இயேசுவோடு சொல்கிறான். ആദ്യം എന്താ പറഞ്ഞെന്നറിയാമോ? முதலாவது என்ன சொன்னான் தெரியுமா? എന്തിനാ സമയത്തിന് മുമ്പേ ദണ്ഡിപ്പിക്കുന്നത്? காலத்துக்கு முன்னாலே நீர் என்னை தண்டிக்கிறது. പിശാച് ഒരു വ്യക്തിയിൽ കയറിയാൽ பிசாசு ஒரு மனுஷனுக்குள்ளே கடந்து வந்தால் അവനെ അങ്ങ് ഉപദ്രവിക്കാൻ തുടങ്ങും. அவனை உபத்திரப்படுத்த தொடங்குவான். യേശു എന്താ പറഞ്ഞേ? இயேசு என்ன சொன்னார்? കള്ളൻ വരുന്നത് മുടിക്കാൻ വേണ്ടിയാ. திருடன் திருடவும் கொல்லவும் அழிக்கவும் வருகிறான். ഹല്ലേലൂയ. அல்லேலூயா. പിശാച് ഒരു വ്യക്തിയിൽ വന്നാൽ பிசாசு ஒரு நபருக்குள்ளே கடந்து வந்தால் വീടിനെ തകർത്ത് കളയും. அவருடைய ஜீவியத்தை அவர் நிர்மூலமாக்குவார். അവന്റെ വീട്ടിൽ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ തകർത്ത് കളയും. அவருடைய வீட்டிலே இருக்கிற எல்லாவற்றையும் நஷ்டமடைய வைப்பான். യേശു ഒരു വീട്ടിൽ വന്നാൽ இயேசு ஒரு வீட்டிலே வந்தால் സമൃദ്ധിയായ ജീവൻ ഉണ്ടായി. பரிபூரணமான நன்மை உண்டாகும். ഹല്ലേലൂയ. அல்லேலூயா. നിങ്ങൾ ഒരു അഭിഷേകമുള്ള ആളാണോ എന്ന് എങ്ങനെ അറിയണേ? நீங்கள் அபிஷேகம் பெற்ற ஒரு நபரா என்பது எப்படி அறியலாம்? കയ്യടി കണ്ടാ അറിയത്തില്ല. கையை அடிப்பதனால் அறிய முடியாது. പാട്ട് കേട്ടാ അറിയത്തില്ല. பாட்டு கேட்டால் அறிய முடியாது. പിശാച് വിറയ്ക്കും.
ஆமென். பிசாசு நடுங்கணும். നിന്റെ അഭിഷേകത്താൽ. உனக்குள் இருக்கிற அபிஷேகத்தினாலே பிசாசு நடுங்க வேண்டும். കർത്താവ് നിന്നെ എന്തിനാ അഭിഷേകം ചെയ്തേ? യേശു എதற்காக உன்னை அபிஷேகம் பண்ணினார்? പിശാചിനെ പുറത്താക്കാനാ. பிசாசுகளை துரத்தும்படி. പിശാചിനെ വെച്ചോണ്ട് ബൈബിൾ ക്ലാസ് എടുക്കാനല്ല. பிசாசை வைத்துக்கொண்டு வேத பாடம் நடத்துவதற்கல்ல. വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കാനല്ല. வெளிப்படுத்தின விசேஷத்தை கற்றுக் கொடுப்பதற்கல்ல. ദാനിയേൽ പ്രവചനം പഠിപ്പിക്കാനല്ല. தானியேல் தீர்க்க தரிசனத்தை கற்றுக் கொடுப்பதற்கல்ல. പിശാചിനെ വെച്ച് പാട്ടുപാടി ആരാധിക്കാനല്ല. பிசாசை வைத்துக்கொண்டு பாடல் பாடி ஆராதிப்பதற்கல்ல. നിന്നെ ദൈവം അഭിഷേകം ചെയ്തത്, உன்னை தேவன் அபிஷேகித்தது പിശാചിനെ പുറത്താക്കാനാണ്. பிசாசுகளை நீ துரத்த வேண்டாம். പിശാചിനെ തുരത്താനാ നിന്നെ അഭിഷേകം ചെയ്തത്. பிசாசுகளை துரத்தபடியா உன்னை அபிஷேகம் பண்ணி இருக்கிறார். രാത്രി അങ്ങനെ അഭിഷേകം ഉള്ളവരൊക്കെ ഇതിന്റെ അകത്തുണ്ടെങ്കിൽ സ്തോത്രം പറഞ്ഞോണം. அவன் அப்படிப்பட்ட அபிஷேகம் உள்ளவர்கள் கரங்களை கொட்டி கர்த்தரை ஸ்தோத்திரிப்போம். എന്നെങ്കിലും ഒരിക്കൽ നിങ്ങളുടെ അഭിഷേകം കൊണ്ട് ഭൂതത്തെ പുറത്താക്കിയവരുണ്ടെങ്കിൽ വായടച്ചിരിക്കരുത്, സ്തോത്രം ചെയ്തോണം. உங்களுக்குள் இருந்த அபிஷேகத்தின் மூலமாய் நீ பிசாசை துரத்தினவர்கள் இங்கே இருப்பீர்களே, ஆனால் நீங்க அடங்கி இருக்க வேண்டாம். வாய் தந்த கரங்களை கொட்டி கர்த்தரை ஸ்தோத்திரம் பண்ணுங்க. കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ ഭൂതങ്ങളെ പുറത്താക്കാൻ ദൈവം നിന്നെ അഭിഷേകം ചെയ്യുകയാ. கன்னியாகுமரி மாவட்டத்தில் இருக்கிற பிசாசுகளை துரத்தும்படியாய் இயேசு உன்னை அபிஷேகம் பண்ணுகிறார். Laibokorias mahalial talbin kosi antani dalbi rokasi antalia prabakasha katarabaka or dalbi nisitilia pravasa rababa kataraba gatala gaba kai karoma kashi antalia prabala gaba baba rata kataraba kosha taka prabakasha katarabaka. പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുകയാ. പരിശുദ്ധാത്മാവ് എന്നോട് பேசுகிறார். എല്ലാവരുടെയും മിനിസ്ട്രി പോലെയല്ല നിന്റെ മിനിസ്ട്രി. மற்றவருடைய ஊழியத்தை போல அல்ல உன்னுடைய ஊழியம். എല്ലാവരുടെയും വിളി പോലെയല്ല നിന്റെ വിളി. மற்றவர்களுக்கு கிடைத்த அழைப்பல்ல உனக்கு கிடைத்த அழைப்பு. നിന്റെ വിളി ഭൂതങ്ങളെ പുറത്താക്കുന്ന വിളിയാണ്. உன்னை தேவன் அழைத்தது பிசாசுகளை துரத்தும்படியாய். ஆமென் 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 ஆமென். ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ഭൂതഗ്രസ്തന്റെ അവസ്ഥ എന്താണ്? இந்த பிசாசினால் பிடிக்கப்பட்டவனுடைய நிலைமை என்ன? അവന്റെ കൈ രണ്ടും ചങ്ങല കൊണ്ട് ബന്ധിച്ചാണ്. அந்த கைகள் சங்கிலியாலே கட்டப்பட்டிருக்கிறது. അവൻ താമസിക്കുന്നത് സെമിത്തേരിയിലാണ്. அவன் கல்லறை தோட்டத்திலே ஜீவித்துக் கொண்டிருக்கிறார். അവൻ ആ ചങ്ങല ഉരസി ഉരസി പൊട്ടിക്കും. அந்த சங்கிலியை அவன் உரசி உரசி அதை முறித்து விடுவான். എന്നിട്ട് കല്ല് കൈ കൊണ്ടെടുത്ത് അവന്റെ ദേഹം മുഴുവൻ അവൻ മുറിവേൽപ്പിക്കും. கல்லை எடுத்து அவனுடைய சரீரத்திலே தள்ளி காயப்படுத்துகிறார். ഒരു മനുഷ്യനിൽ പിശാച് കയറിയാൽ, ஒரு மனிதனுக்குள்ளே பிசாசு புகுந்தால் അവനെ തകർക്കുകയാണ്, அவனை நிர்மூலமாக்குகிறார், അവനെ മുടിക്കുകയാണ്, அவனை நிர்மூலமாக்குகிறார், അവന്റെ ശരീരം മുറിക്കുന്നു, அவனுடைய சரீரத்தை காயப்படுத்துகிறார், അപകടം വരുത്തി തകർക്കുന്നു, அவன் பயங்கர விபத்துக்குள்ளாய் கொண்டு போகிறான், അവന്റെ ശരീരത്തിലെ രക്തം മുഴുവൻ പിശാച് കുടിക്കുകയാണ്, அவனுடைய சரீரத்துள்ள ரத்தத்தை பிசாசு உறிஞ்சு குடிக்கிறான், ഉയിര് ചോദിച്ചുകൊണ്ട് പിശാച് കേറിയിരിക്കുകയാണ്, ജീവൻ ജീവனை எடுக்கும்படியாக பிசாசு கேட்டுக்கொண்டிருக்கிறார். പിശാച് ഒരുവന്റെ അകത്ത് കയറിയാ, பிசாசு ஒருவனுக்குள் கடந்து வந்தால் അവന്റെ ജീവനോ അവന്റെ വീടോ പിശാചിന് വേണം. அவனுடைய வீடு அவனுடைய ஜீவிதம் அவனுக்கு வேண்டும். ഹല്ലേലൂയ ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, വേദം சொல்லுகிறது, രക്തത്തിലല്ലോ പ്രാണൻ അടങ്ങിയിരിക്കുന്നേ. മനുഷ്യനുடைய രക്തത്തിലുള്ളതാണ് ജീവൻ അടങ്ങി இருக்கிறது. ഈ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് രക്തം പോവുകയാണ്. இவனுடைய சரீரத்திலிருந்து ரத்தம் வெளியேறிக்கொண்டிருக்கிறது. അതിന്റെ അർത്ഥം ജീവൻ പോവുകയാണ്. அப்படியானால் அவனுடைய ஜீவன் போய்க்கொண்டே இருக்கிறது. താങ്ക് ഗോഡ്, ദൈവം അവനെ പ്രൊട്ടക്ട് ചെയ്തതിനായി സ്തോത്രം. கர்த்தர் அவனை கண்டுகொண்டതിനാൽ ஸ்தோத்திரம். ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു വന്നപ്പോ യേശു വന്നപ്പോൾ അവന്റെ ശരീരം മുഴുവൻ തകർന്നിരിക്കുകയാണ്. യേശു ക്രിസ്തു വരുമ്പോൾ അവന്റെ ശരീരം മുഴുവൻ കായമായിട്ട് இருக்கிறது. അവൻ പറഞ്ഞു, சொல்லுகிறார், ഈ നാട്ടിൽ നിന്ന് ഞങ്ങളെ അയക്കരുത്, இந்த தேசத்தில் எங்களை துரத்தக்கூடாது, ഈ നാട്ടിൽ നിന്ന് ഞങ്ങളെ അയക്കരുത്, இந்த தேசத்தில் எங்களை நீ துரத்தக்கூடாது, ഞങ്ങളെ അയക്കരുത് എന്നാ പറയുന്നത്. எங்களை அனுப்பக்கூடாது. എന്താ ഞങ്ങൾ എന്ന് പറയാൻ കാര്യം? நாங்கள் என்று சொல்ல ഇത് ഒരാളല്ല, പലരാണ്. ஒரு நபர் அல்ல, பல நபர்கள். ഞാൻ മഹാരാഷ്ട്രയിൽ കർത്താവിന്റെ വേല ചെയ്യാൻ പോയപ്പോ மகாராஷ்டிராவிலே ஊழியம் செய்ய போன போது ഒരു പൈശാചിക ഹെഡ് ഓഫീസിന്റെ തൊട്ടടുക്കല ഞാൻ താമസിക്കുന്നത്. ஒரு பிசாசு நிறைந்ததான ஒரு தலைமை இடத்துக்கு பக்கத்திலே நான் வசித்தேன். തൊട്ടടുത്ത് ഞാൻ താമസിക്കുക. பக்கத்திலே வசிக்கிறேன். ഇതുപോലൊരു മതിൽ അപ്പുറമാണ് പിശാചു, ഇപ്പുറത്ത് ഞാനും. இதேപോലെ ഒരു മതിൽക്ക് அந்த பக்கம் பிசாசனுடைய கூட்டம், இந்த பக்கம் நான். ഒരു ദിവസം രാത്രി പിശാചെന്നെ കാണാൻ വരികയാണ്. ഒരു നാൾ இரவிலே அந்த பிசாசு என்னை சந்திக்க வருகிறது. എന്നോട് ചോദിക്കുക, നീ എന്തിനാ ഇവിടെ വന്നേ? നീ ആരോട് ചോദിച്ചിട്ടാ നീ ഇവിടെ വന്നേ? പാസ്റ്ററിടത്തിലേ കേൾക്கிறார், നീ யாரிடத்தில் கேட்டு இங்கே வந்தாய்? ഞാൻ പിശാചിനോട് ചോദിച്ചു, അത് ചോദിക്കാൻ നീ ആരാണ്? അപ്പോൾ நான் பிசாசனிடத்திலே கேட்டேன், அதை கேட்பதற்கு நீ யார்?
ഹല്ലേലൂയ. ഹല്ലേലൂയ. പിശാചിനെ ഭയമുള്ളവനല്ല അഭിഷേകമുള്ളവൻ. ആമേൻ. പിശാചെ കണ്ട് ഭയந்து നടുങ്ങുന്നവരല്ല അഭിഷേകം പെറ്റവർ. ഭയം പിശാചിന്റെയാ. ഭയം പിശാചുക്കുரிய. യേശു പറഞ്ഞു നീ ഭയപ്പെടണ്ട. യേശു சொன்னா நீ பயப்படாதே. ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറയുമ്പോ, இந்த ராத்திரி வேளையில் இந்த செய்தியை சொல்லும் பொழுது, ചില ദേശത്ത് പിശാചിന്റെ ഹെഡ് ഓഫീസ് ഉണ്ട്. சில இடங்களிலே പിശാചിനുடைய தலைமை செயலகம் ആ ഉണ്ട്. സ്ഥലം പിശാചിന്റെ ഏറ്റവും പേടി സ്വപ്നമായ സ്ഥലമാണ്. പിശാചുடைய மிகவும் விசேஷித்தமான இடமா இருக்கிறது. അങ്ങനെ ഒരു സ്ഥലം നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ, அப்படிப்பட்ட ஒரு സ്ഥലத்தை நீங்கள் നിങ്ങൾ വാ തുറന്ന് കൽപ്പിക്കണം. நீங்க அங்கே கட்டளையிட வேண்டும். ആ ദേശം വിട്ട് പിശാച് മാറിയേ പറ്റുകയുള്ളൂ. அந்த தேசத்தை விட்டு பிசாசு விலகித்தானாக வேண்டும். പൗലോസ് എഫെസോസിൽ ചെന്നപ്പോൾ, പൗൽ എഫേസ് പട്ടണത്തിൽ ചെന്നപ്പോൾ അവിടെ ഒരു പിശാചിന്റെ ഹെഡ് ഓഫീസ് ഉണ്ടായിരുന്നു. அங்கே ஒரு பிசாசுடைய தலைமையிடம் ഉണ്ടായിരുന്നു. പിശാച് ഭയപ്പെട്ടില്ല, പൗലോസ് ഭയപ്പെട്ടില്ല. പൗൽ அதை കണ്ട് ഭയപ്പെടவில்லை. അവിടെ നിന്ന് വേല ചെയ്തു. அங்கே நின்று கர்த்தருடைய ஊழியத்தை ആ செய்தார். നാടിനെ യേശുവിന് വേണ്ടി നേടി. அந்த தேசத்தை இயேசுவுக்கு ஆதாயப்படுத்தினார். എന്നിട്ട് അവിടെ സഭ ആരംഭിച്ചു. அங்கே சபை ஆரம்பித்தது. ആ സഭയ്ക്ക് എഫെസോസിലെ സഭയ്ക്കാണ് എഫേസ് ലേഖനം എഴുതി കൊടുത്തത്. എഫേസ് പട്ടണത്തിൽ ഉള്ള സഭയ്ക്കാக தான் എഫേസ് നിരുപത്തെ എഴുതി കൊടുക്കുകയാണ്. അതാ താൻ പറഞ്ഞത്, അതാണ് പൗൽ சொன்னது, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. കടൈശ കർത്തരിലും അവരുടെ സത്വത്തിൽ വല്ലമയിലും ബലപ്പെടുക. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുക. പിശാചുകളുടെ തന്ത്രങ്ങളെ എതിർത്ത് നില്ലുക. ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറയുമ്പോ, இந்த இரவேளையில் நான் இந்த செய்தியை சொல்லும்போது, ചിലരെ എന്റെ കൈ ഉയർത്തി ഞാൻ ബ്ലസ് ചെയ്യുകയാ. சிலரை நான் கரங்களை உயர்த்தி ஆசீர்வதிக்கிறேன். നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കേണ്ടവരാണ്. நீங்க பிசாசுகளை துரத்த வேண்டியவர்கள். എത്ര പേർക്ക് അത് വിശ്വസിച്ച് ഏറ്റെടുക്കാൻ കഴിയും? எத்தனை பேர் விசுவாசத்தை ஏற்றுக்கொள்கிறீர்கள்? ഈ മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോ, இங்கே இந்த கூட்டம் முடிந்து நீங்கள் போகும்போது, ചില വീടുകളിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകും. சில வீடுகளில் நீங்கள் ஜெபிக்க ആ போவீர்கள். വീടിന്റെ അകത്ത് ദുരാത്മാ വിളകാൻ തുടങ്ങും. அந்த வீட்டில் இருக்கிற பூதங்கள் பிசாசுகள் எழும்ப ஆரம்பிக்கும். നിങ്ങൾ ആ വീട്ടിൽ നിന്ന് പോരുന്നതിന് മുമ്പ് நீங்கள் அந்த வீட்டிலிருந்து வெளியே வருவதற்கு ആ முன்பாக വീടിന്റെ കെട്ട് നിങ്ങൾ അഴിച്ചിരിക്കുക. அந்த வீட்டில் உள்ள கட்டுகளை நீங்கள் அவிழ்த்திருக்க ഇന്ന് வேண்டும். രാത്രി അത് സംഭവിക്കാൻ പോകുകയാ. இந்த ராத்திரி வேளையில் அது சம்பவிக்க போகிறது. ഹല്ലേലൂയ. ஹல்லேலூயா. ആ ഭൂതം യേശുവിനോട് പറയുക, அந்த பிசாசு இயேசுவிடம் ഈ சொல்கிறார், നാട്ടിൽ നിന്ന് ഞങ്ങളെ അയച്ചു കളയരുത്. இந்த தேசத்தை விட்டு எங்களை துரத்த கூடாது. എന്നോട് ചേർന്ന് എല്ലാവരും കര ഉയർത്തിപ്പിടിക്കുക. எல்லாரும் கரங்களை உயர்த்தி பிடிப்போம். എല്ലാവരും കരങ്ങളെ ഉയർത്തിപ്പിടിക്കുക. எல்லாரும் கரங்களை உயர்த்தி ഈ பிடிக்கலாம். ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. இந்த தேசத்துக்கு ஜெபிக்கலாம். എന്നോട് ചേർന്ന് കര ഉയർത്തിപ്പിടിക്കുക. எங்களோடு சேர்ந்து கரங்களை உயர்த்துங்க. ഈ നാട്ടിൽ നിന്ന് പൈശാചിക ഇരുട്ടുകൾ മാറിപ്പോകട്ടെ. இந்த தேசத்தில் இருளின் அதிகாரங்கள் மாறி போகட்டும். ഈ നാട്ടിൽ നിന്ന് പിശാചിന്റെ ഇരുട്ടുകൾ മാറിപ്പോകട്ടെ. இந்த தேசத்தில் பிசாசுடைய அந்தகார கிரியைகள் அழிந்து ഇന്ന് போகட்டும். രാത്രി ഈ ദേശത്ത് വെളിച്ചം വീശാൻ പോകുകയാ. இந்த ராத்திரி வேளையில் இந்த தேசத்தில் வெளிச்சம் பிரகாசிக்க போகிறது. ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും മാറിപ്പോകാൻ പോകുകയാ. മന്ത്രവാദങ്ങളും ബില്ലീശ്വര്യങ്ങളും മാറി പോകാൻ പോകുന്നത്. ഇടയ്ക്ക് വെച്ച് മരണം സംഭവിക്കത്തക്കവണ്ണം നിന്റെ വീടിനെതിരെയുള്ള പൈശാചിക കെട്ട് ഇന്ന് രാത്രി അഴിയുകയാ. வீட்டுக்கு முன்னால மரணம் அடைந்தவர்களை போராடுகிற அந்த பிசாசுடைய கட்டுகள் அழிக்கப்படுகிறது. നിന്റെ വീട്ടിൽ ചിലതിനെ മദ്യപാനിയാക്കി മാറ്റുന്ന പിശാച്, ചിലരെ മദ്യപാന വരിയர்களாய் മാറ്റുகிற பிசாசு, ഇന്ന് രാത്രി നിങ്ങൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ, இந்த ராத்திரி வேளையில் கரங்களை உயர்த்தி ஜெபிக்குമ്പോൾ, ആ പിശാച് ഇന്ന് രാത്രി ചില വ്യക്തിയിൽ നിന്ന് വിട്ടുമാറാൻ പോകുകയാ. பிசாசு அந்த நபர்களில் இருந்து வெளியேற போகிறது. യേശുവിന്റെ നാമത്തിൽ. യേശുവിൻ നാമത്തിൽ. ചില മക്കളുടെ ശരീരത്തിൽ നിന്ന് പിശാച് മാറാൻ പോകുകയാ. ചില പിള്ളയുടെ ശരീരത്തിൽ പോരാടുகிற பிசாசு விலக போகிறது. നല്ല ഭാവിയുള്ള തലമുറകൾ, நல்ல எதிர்காலம் உள்ள பிள்ளைகள், അവർ അതിലേക്ക് മൂവ് ചെയ്യാൻ കഴിയാതെ அவர் அவிதமாக முன்னேறி செல்ல முடியாமல் പിശാച് അവരെ കെട്ടിയിരിക്കുകയാ. பிசாசு அவர்களை கட்டி ഇന്ന് வைத்திருக்கிறார். രാത്രി നിങ്ങൾ കരം ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ, இந்த ராத்திரி வேளையில் நீங்கள் கரம் உயர்த்தி ஜெபிக்குമ്പോൾ, ആ വ്യക്തിയിൽ നിന്ന് പിശാച് അലറി മാറാൻ പോകുകയാ. அந்த நபரிலிருந்து பிசாசு அலறி ஓட போகிறார். ஹல்லேலூயா. ശബ്ദം ഉയർത്തി വായ് തുറന്ന് പ്രാർത്ഥിക്കുക. சத்தத்தை உயர்த்தி வாய் திறந்து ஜெபிங்க. നല്ല നല്ല നിലയിൽ എത്തേണ്ടവർ, நல்ல நிலையில் எத்த നല്ല வேண்டியவர்கள், ജോലിയിൽ കയറി പറ്റേണ്ടവർ, நல்ல வேலையை பார்க்க வேண்டியவர்கள், ഒരു നന്മ അനുഭവിക്കാതെ ஒரு நன்மை அனுபவிக்க പിശാച് முடியாது. അവരെ ബന്ധിച്ചിരിക്കുകയാ. பிசாசு அவர்களை கட்டி வைத்திருக்கிறார். ചിലർക്ക് രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല. சிலருக்கு இரவேளையில தூங்க முடியவில்லை. പിശാച് അവരെ ബന്ധിച്ചിരിക്കുകയാ. பிசாசு அவர்களை கட்டி வைத்திருக்கிறார். ചിലർക്ക് യാത്ര ചെയ്യാൻ ഭയമാണ്. சிலருக்கு பிரயாணம் பண்ண பயமாய் പിശാച് അവരെ ബന്ധിച്ചിരിക്കുകയാ. அவர்களை கட்டி வைத்திருக்கிறார். ചില വീടുകളിൽ എപ്പോഴും ശണ്ടയാണ്. சில வீடுகள் எப்பொழுதும் சண்டை പിശാച് சச்சரவு. അവരെ ബന്ധിച്ചിരിക്കുകയാ. பிசாசு அவர்களை கட்டி வைத்திருக்கிறார். ഇന്ന് രാത്രി இந்த ராத்திரி வேளையிலே നിങ്ങൾ സ്തോത്രം ചെയ്യുമ്പോൾ ஸ்தோத்திரம் செல்லும்போது ആ ഭൂതം വിട്ടുമാറാൻ പോകുകയാ. அந்த பிசாசு ഉലകി ഓട പോകുന്നത്. ആ കരം തട്ടി അന്യഭാഷകളിൽ സ്തുതിക്കാമോ ദൈവത്തെ? അന്യ ഭാഷയോട് കരങ്ങളെ കൊട്ടി അന്യ ഭാഷയോട് കർത്തരെ മഹിമപ്പെടുത്തുവോ.
Yes, Holy Spirit of God. Majesty. Rahima dalagaba. Rathika bata janagaba. Ratho samatha kalika barbalbaha. Ratha katara bakashi. Aracha samakataria. Ratha katara gaba gaba. Abra bakashiya. ചിലരെ നിരാശയിലേക്ക് പിശാച് തള്ളിവിടുന്നു. നിരാശയിലേക്ക് തള്ളിവിടുന്നു. ചിലരുടെ പരീക്ഷ, ചിലരുടെ എക്സാം അവർക്ക് ഭയമാണ്. അവർക്ക് ഓർമ്മ കിട്ടുന്നില്ല. അവര് സംശയത്തിൽ നിൽക്കുകയാ. ആ ഭൂതം ഇപ്പോൾ നിന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറുകയാ. ശരീരത്തെ വിട്ട് വിലകുന്നത്. മൽഹതറബ ഖതറബ ഖശഖതറബ ഖതറബ Shotaram, 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 shotaram. Olbaraba khashya thaka shatala khabaraba. Ratarabla bakhosha mataria bakhasha thaka. Raba rabi laba la. Ida raba laba 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 dala 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 diri laba 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 laba. Ori gaba la. എന്തിനാണ് ഈ ജീവിതമെന്ന് അങ്ങനെയുള്ളവർ ചിന്തിക്കുകയാ. എന്റെ வாழ்க்கை എதற்கென்று சிந்திக்கிறவர்கள் இருக்கிறார்கள். ഇതിനേക്കാൾ നല്ലത് മരിക്കുകയല്ലേ. ഇതെവിട മരിപ്പതേ നല്ലമെന്ന് എന്തിനാ ഞാൻ ഇങ്ങനെ ജീവനോട് ഇരിക്കുന്നേ. എதற்காக இப்படி ജീവിച്ചുകൊണ്ട് മരണം 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 മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. മരണത്തെക്കുറിച്ച് പറയുന്നു. മരണത്തെക്കുറിച്ച് சொல்லுகிறீர்கள். തർക്കൊല ചെയ്യാ, ആത്മഹത്യ ചെയ്യാ. തർക്കൊല ചെയ്യുம்படியாய். യെസ്, അതൊരു ഭൂതമാണ്. അതൊരു പിശാച്. യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. എല്ലാവരും ചേർന്ന് പറ, യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ തന്നെ ഇപ്പോൾതാനേ ആ ഭൂതം വിട്ടുമാറട്ടെ. அந்த പിശാച് വിലകി പോട്ടെ. ആ ഭൂതം വിട്ടുമാറട്ടെ. പിശാച് വിലകി പോട്ടെ. ആ ദുരാത്മാവ് വിട്ടുമാറട്ടെ. அந்த തീയ ശക്തികൾ വിട്ടുമാറട്ടെ. ദർബാൽ ഖോ ദർബിഖാ ശഠാഖാ തറബാ ഖാന. Holy Spirit of God. Uda bala 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 bila bala bashagara ba. Uda bala 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 ba 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 ba. Uda ba 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 ridara ba ka bala ba ka ba 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 ka ba. Uda ba 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 ridala ba. Uda bala bala bashagara ba ba. Uda bala bala பிசாசின் கிரியை அழியட்டும். பிசாசின் கிரியை அழிப்பதற்காக மனுஷகுமார் வெளிப்பட்டார் என்று சொல்லியிருக்கிறது. எங்கள் நடுவில் வெளிப்பட்டிருக்கிறபடி நாளும் ஸ்தோத்திரிக்கிறோம். எல்லா பிசாசின் கிரிகள் இந்த ராத்திரியில் அழிய போகட்டும். இருளின் அதிகாரங்கள் எல்லாம் மாறி போகட்டும். ஆமென் 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 ஆமென். ஷாந்தரியா பகானா. இபாலா பாலா 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 பஷகரபா. യേശു നിന്നെ വിടുവിക്കാൻ പോകുകയാ. യേശു എന്നെ വിടുവിക്കാൻ പോകുകയാ. ആരെല്ലാം ഈ ലൈവിൽ ഞങ്ങളെ വാച്ച് ചെയ്യുന്നു, யாரெல்லாம் லைவ்ல எங்களை கவனிக்கிறீர்களோ, ഈ ശബ്ദത്തിന്റെ പരിധി എവിടെല്ലാം ഉണ്ടോ, இந்த சத்த எல்லைக்குள் எங்குமே എല്ലാവരും ഞാൻ യേശുവിലേക്ക് വിളിക്കുകയാ. யாவரும் இயேசு வண்டியில் அழைக்கிறேன். പിശാച് നിന്റെ ലൈഫിൽ വന്നാൽ, வாழ்க்கையிலே பிசாசு கடந்து வந்தால், നിന്റെ രക്തം അവൻ ചോദിക്കും. உன்னுடைய இரத்தத்தை அவன் கேட்பான். യേശുവിലേക്ക് നീ വന്നാൽ, இயேசுவிடத்தில் வந்தால், യേശു അവന്റെ രക്തം നിനക്ക് തന്നതാണ്. இயேசு அவருடைய இரத்தத்தை உனக்கு தருவார். கரங்களை கொட்டி ஆமென் 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 ஆமென். ஸ்தோத்திரம் 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 ஸ்தோத்திரம். ஆமென். ஹல்லேலூயா 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 ஹல்லேலூயா. ஸ்தோத்திரம் 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 ஸ்தோத்திரம். உடா பாலா 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 பாரி பீலா பாலா ஷக்கா ரபா ரவா. യേശു രക്തം ജയം, യേശു രക്തം ജയം, യേശു രക്തം ജയം, യേശു രക്തം ജയം, യേശു രക്തം ജയം. യേശുവിന്റെ രക്തത്താൽ ഇന്ന് രാത്രി ജനത്തെ ഞാൻ വിശുദ്ധീകരിക്കുകയാ. യേശുവിന്റെ രക്തത്താൽ இந்த இரவேளையிலே பரிசுத்தத்தை நேராய் ஜனத்தை அழைக்கிறேன். உம்மை போல புரிந்து கொள்ள யாரும் இல்லையே, உம்மை போல அரவணைக்க யாரும் இல்லையே, நீ போதும் என் வாழ்விலே ஏசையா, நீ போதும் என் வாழ்விலே. உம்மை போல புரிந்து கொள்ள யாரும் இல்லையே, உம்மை போல அரவணைக்க யாரும் இல்லையே, உம்மை போல புரிந்து கொள்ள யாரும் இல்லையே, உம்மை போல அரவணைக்க யாரும் இல்லையே, நீ போதும் என் வாழ்விலே ஏசையா, நீ போதும் என் வாழ்விலே. தாய் போல தந்தை போல சோல் சுமந்திடும் என்
சுமந்திடும் என்னே செய்யா. உம்மை போல புரிந்து கொள்ள யாரும் இல்லையே, உம்மை போல அரவணைக்க யாரும் இல்லை. உம்மை போல புரிந்து யாரும் இல்லையே, உம்மை போல அரவணைக்க யாரும் இல்லையே. நீ போதும் என் வாழ்விலே ஏசையா, நீ போதும் என் வாழ்விலே. நீர் போதும் என் வாழ்விலே ஏசையா, நீர் போதும் வாழ்விலே. എന്നോട് ചേർന്ന കരമൊന്ന് ഉയർത്തി പിടിച്ച് പാടാൻ എത്ര പേർ തയ്യാറാണ്? കരങ്ങളെ ഉയർത്തി പാടുവதற்கு ആയുധമായിരിக்கிறீர்களா? ഉമ്മൈ പോലെ പുരിந்து കൊള്ള யாரும் இல்லையே, ഉമ്മൈ പോലെ அரவணைக்க யாரும் இல்லையே, உம்மை போல புரிந்து கொள்ள யாரும் இல்லையே. அப்பா, உம்மை போல அரவணைக்க யாரும் இல்லையே. என் வாழ்விலே ஏசையா, நீ போதும் என் வாழ்விலே. நீர் போதும் என் வாழ்விலே ஏசையா, நீர் போதும் என் வாழ்விலே. தாய் போல தேற்றி தந்தை போல ஆற்றி தோள் மீத சுமந்திடும் என்னே செய்யா. தாய் போல தேற்றி தந்தை போல ஆற்றி தோள் மீத சுமந்திடும் என்னே செய்யா. உம்மை போல புரிந்து கொள்ள யாரும் இல்லையே, உம்மை போல அரவணைக்க யாரும் இல்லையே, உம்மை போல புரிந்து கொள்ள யாரும் இல்லையே, உம்மை போல அரவணைக்க யாரும் இல்லையே. நீ போதும் நீ போதும் வாழ்விலே ஏசையா, நீர் போதும் என் வாழ்விலே. ആത്മാവെന്നോട് സംസാരിക്കുന്നത് ഞാൻ തിരിച്ചറിയുന്നു. ആവിയാനവർ പേശുവதை ഞാൻ അറിയുகிறேன். ദാവീദ് കിന്നരം വായിച്ചുകൊണ്ടിരുന്നപ്പോ ദാവീദ് ശ്രമരത്തെ വാസിത്തപ്പോൾ ശൗലിന്റെ ഭൂതം ഇളകാൻ തുടങ്ങി. സൗലുക്കുള്ളിന്റെ അസുത്താവി എഴുമ്പ ആരംഭിച്ചത്. കർത്തൃദാസൻ ഇവിടെ കീബോർഡ് പ്ലേ ചെയ്യുമ്പോൾ, കർത്താവിന്റെ ദാസൻ ഇവിടെ കീബോർഡ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കീബോർഡ് പ്ലേ ചെയ്യുമ്പോൾ, ദാവീദ് കിന്നരം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാവീദ് ശ്രമരത്തെ വാസിത്തപ്പോൾ ഭൂതം ഇളകാൻ തുടങ്ങി. വിശ്വാസി എഴുമ്പ ആരംഭിച്ച. സഹോദര സഹോദരി, സഹോദര സഹോദരി, വിശുദ്ധ തിരുവെടുത്ത് വിശ്വസിക്കുക. വേദവചനങ്ങളെ വിശ്വാസിക്കുക. ദൈവം തന്റെ അഭിഷേകം പകർന്നാൽ, യേശു നമ്മുടെ അഭിഷേകത്തെ തന്നാൽ, തന്റെ അഭിഷേകം പകർന്നാൽ, ഉമ്മനിലെ അഭിഷേകത്തെ പകർന്നാൽ, നീ ഒരു അഭിഷിക്തനായി മാറിയാൽ നീ അഭിഷേകപ്പെട്ടവനായി ഭൂതത്തിന് ഇരിക്കാൻ കഴിയുകയില്ല. ഭൂതത്തിന് ദുരന്തം. ഇന്ന് രാത്രി ദുരാത്മാക്കളെ ഇളക്കി മാറ്റുന്ന ദൈവത്തിന്റെ അഭിഷേകത്തെ പെറ്റിക്കോ. പിശാചിനുடைய கிரியைகளை அகற்றுகிற அந்த அபிஷேகத்தை பெற்றுக்கொள். ദാൽബ റഹാസിയൻ താസമക റജാസ് ബിറ്റിയൽ ബഹാരിയ മസിയൻതാനിയ റതകബ. ജനം രക്ഷിപ്പിലേക്ക് വരാതെ തടഞ്ഞ ഭൂതങ്ങൾ വിട്ടുമാറട്ടെ. നിങ്ങൾ ധൈര്യമായി சொல்லும் பொழுது பிசாசுகள் உங்களை விட்டு மாறி போகட்டும். ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. Praise the Lord. Hallelujah. Lord Jesus. യേശു ആ മനുഷ്യനെ വിടുവിച്ചു. യേശു அந்த பிசாசு பிடித்த மனிதனை விடுவித்தார். 6000 ഭൂതങ്ങളും അവനെ വിട്ടു മാറി. ഏറെക്കുറെ 6000 பிசாசுகள் அவனை விட்டு வெளியேறினது.
യേശു തിരിച്ച് പടകേറി തിരിച്ചു വരികയാണ്. യേശു ക്രിസ്തു വീണ്ടും പടകിലേറി திரும்ப வருகிறார். പടകിലേറുമ്പോ യേശു പടകിൽ ஏறும்போது മനുഷ്യൻ ഓടി വന്നു. அந்த மனிதன் ஓடோடி அவரிடத்தில் வருகிறார். ഗുരു ഞാനും വരികയാ. യേശുവേ நான் உம்மோடு வருகிறேன். ഞാനും വരികയാ. நானும் வருகிறேன். ഞാൻ ഈ നാട്ടിൽ ഇനിയില്ല. இந்த நாட்டிலே நான் இருக்க மாட்டேன். ഞാനും നിന്റെ കൂടെ വരിക. நான் உம்மோடு கூட வருகிறேன். യേശു എന്താ പറഞ്ഞേ? യേശു என்ன சொன்னார்? வேண்டாம் வேண்டாம், ഇതേ നാട്ടിനിക്ക്, இதே நாட்டிலே நீ நின்று கொண்டிரு. നിന്നെ കെട്ടിയ നാട്ടിൽ നീ വിടുതലിന്റെ മിനിസ്ട്രി ചെയ്യാൻ പോവാ. உன்னை கட்டி வைத்த இந்த நாட்டிலே நீ விடுதலை உள்ள ஊழியத்தை செய்ய வேண்டும். നിന്നെ പോലെ കെട്ടപ്പെട്ട കുറെ എണ്ണം ഇവിടെ ഉണ്ട്. உன்னை போல பிசாசில கட்டப்பட்ட ஏராளமானவர் இந்த பட்டணத்தில் இருக்கிறார்கள். പറയുന്നു, வேதம் சொல்லுகிறது 10 പട്ടണങ്ങളെ വിടുവിക്കാൻ ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുകയാണ്. 10 പട്ടണത്തെ വിടുവിക്കുம்படியா நான் உன்னை அபிஷேகம் பண்ணுகிறேன். ഹല്ലേലൂയ. എന്തോ ഇന്ന് രാത്രിയിലെ മീറ്റിംഗ് ഒരു അഭിഷേകത്തിന്റെ രാത്രിയാണ്. இரவேளை கூட்டங்கள் ஒரு அபிஷேகத்தின் கூட்டம். ചിലതിനെ അഭിഷേകം ചെയ്യാൻ പോകുകയാ. ചിലരെ കർത്താവ് അഭിഷേകം பண்ண പോകുന്നു. കൃപാസനം ദൈവസഭ അഭിഷേകത്തിനെതിരെ നിൽക്കരുത്. അവ അഭിഷേകത്തെ കൃപാസന സഭയുടെ നിലയിൽ இருக்கிறது. അഭിഷേകത്തിന്റെ മിനിസ്ട്രി കൃപാസനം ദൈവസഭയ്ക്കകത്ത് ഉണർന്നു വരണം. അഭിഷേകത്തിനുடைய கிரிகள் கிருபாசன சபையிலே இருக்கிறது என்று அறியப்பட வேண்டும். എത്ര പേർക്ക് ആമേൻ എന്ന് പറയാൻ കഴിയും? എത്ര പേർ ആമേൻ சொல்வீர்கள்? ശബ്ദം ഉയർത്തി ആമേൻ. ശബ്ദത്തെ ഉയർത്തി, കരങ്ങൾ ഉയർത്തി ആമേൻ. കരങ്ങൾ ഉയർത്തി ആമേൻ. ആമേൻ. 10 പട്ടണങ്ങൾക്ക് വേണ്ടി യേശു അവനെ അപ്പോയിന്റ് നിയമിച്ചു. 10 പട്ടണങ്ങളെ വിടുവിക്കുம்படிയായി அந்த മനുഷ്യനെ യേശു നിയമിத்தார். എന്നിട്ട് യേശു ആ പടകേറി അതേ കടലിൽ കൂടെ തിരിച്ചു വരിക. യേശു அந்த தேசத்திலிருந்து அதே படகில் ஏறி மறுபடியும் திரும்பி வருகிறார். പിന്നെ കാറ്റുമില്ല, പ്രശ്നമില്ല, ഒന്നുമില്ല. அங்கே காற்றும் இல்லை, அலைகளை எழும்பவில்லை, ஒரு பிரச்சனையும் இல்லை. അതേ കടല്, அதே கடலில், അതേ പടക്, அதே படகு, അതേ ശിഷ്യന്മാർ, அதே ശിഷ്യர்கள். പക്ഷെ അങ്ങോട്ട് പോയപ്പോ ഭയങ്കര കാറ്റായിരുന്നു. அங்கே போனபோது சுழல் காற்று வந்தது. ഇങ്ങോട്ട് വന്നപ്പോ ഇല്ല. இங்கே வரும்போது ஒன்றுமில்லை. എന്താ കാര്യം? என்ன காரணம்? നീ അങ്ങോട്ട് പോകുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് പിശാചിന് അറിയാം. நீ அங்கே போவதனுடைய நோக்கம் என்ன என்பது பிசாசுக்கு தெரியும். ഇന്ന് രാത്രിയിലെ ഈ കൂട്ടത്തിന്റെ ഉദ്ദേശം എന്തെന്ന് ദൈവത്തിന് അറിയാം. இந்த கூட்டத்தினுடையதான கொள்கை என்ன காரணம் என்ன என்பது தேவனுக்கு தெரியும். ഈ രാത്രി പിശാചിന്റെ രാത്രിയല്ല, എന്റെ യേശുവിന്റെ രാത്രിയാണ്. இந்த இரவில் பிசாசுடைய இரவல்ல, இயேசுவின் இரவு. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു പടകേറി ഇക്കരെ വന്നു. യേശു പടകിലേറി മടിമൊഴി ഇക്കരയ്ക്ക് വந்தார். അതായിരുന്നു ഒന്നാമത്തെ അത്ഭുതം. അത് ഒന്നാമത്തെ അത്ഭുതം. രണ്ടാമത്തെ അത്ഭുതം, രണ്ടാമത്തെ അത്ഭുതം 25ാമത്തെ വാക്യം മുതൽ 25வது വചനം മുതൽ എല്ലാം നന്നായി അറിയാവുന്ന കാര്യം. നമുക്ക് தெரியுമെന്ന് നമ്മൾ അറിയக்கூடியதான விஷயங்கள். 12 വർഷമായി രോഗമുള്ള ഒരു സ്ത്രീ, 12 வருடமாக ബലവീനപ്പെട്ട് കൊണ്ടിരുന്ന ഒരു സ്ത്രീ, അവൾ യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടപ്പോൾ അവൾക്ക് സൗഖ്യം വന്നു. ஆண்டவராய் இயேசு கிறிஸ்துவுடைய வஸ்திரத்தை தொட்ட பொழுது அவளுக்கு சுகம் உண்டானது. ബൈബിൾ അങ്ങനെ പറയുന്നു. வேதம் அப்படி சொல்கிறது. ബൈബിൾ എന്ത് പറയുന്നു അതിന് ആമേൻ പറഞ്ഞേ പറ്റൂ. பைபிள்ல என்ன சொல்கிறதோ அது ஆமென் என்று சொல்லித்தான் ஆக வேண்டும். 12 വർഷമായി അവൾ രോഗത്തോട് മല്ല് പിടിക്കുകയാണ്. 12 வருடமாய் வியாதியோடு போராடி ഈ கொண்டிருக்கிறார். വ്യാധിയുള്ള വ്യക്തി இந்த வியாதி பிடித்த ஒரு ஸ்திரீ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് ബൈബിൾ പറയുന്നു. வீட்டிலிருந்து வெளியே போக கூடாது என்று பைபிள் சொல்கிறது. പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു. பழைய ஏற்பாட்டிலே நியாயப்பிரமாண புத்தகத்தில் எழுதி இருக்கிறது. വീട്ടിൽ തന്നെ ഇരിക്കണം, வீட்டுக்குள்ளே இருக்க வேண்டும். 12 വർഷം കഴിഞ്ഞപ്പോ 12 வருடம் தாண்டின பொழுது യേശു ആ വഴിയെ വരികയാ. இயேசு அந்த வழியாய் வருகிறார். ഇന്ന് രാത്രി യേശു ഈ വഴിയെ വരുന്നുണ്ട്. ஆமென். இந்த ராத்திரியிலே இயேசு இந்த வழியே வந்திருக்கிறார். ഹല്ലേലൂയ. ஹல்லேலூயா. അവൾ എന്ത് ചെയ്തു? அவள் என்ன செய்தார்? യേശു വരുന്നെന്ന് അറിഞ്ഞപ്പോ இயேசு வருகிறார் என்று கேள்விப்பட்ட பொழுது വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. அவள் വീട്ടിலிருந்து வெளியே வந்தாள். എന്ത് വന്നാലും ശരി, എനിക്ക് എന്റെ യേശുവിന്റെ വസ്ത്രത്തെ തൊടണം. என்ன பிரச்சனை வந்தாலும் சரி, நான் இயேசு வஸ்திரத்தை தொட வேண்டும். യേശുവിനോട് കാര്യം പറയണ്ട, இயேசு கிறிஸ்துவுடைய என்னுடைய காரியத்தை சொல்ல എനിക്ക് வேண்டாம். അവനെ തൊട്ടാൽ മതി. இயேசுவை தான் தொட்டால் போதும். എനിക്ക് അവനെ തൊട്ടാൽ മതി. எனக்கு അവரை தொட்டால் போதும். എന്തൊരു വിശ്വാസമാണ് അവളിലുള്ള. ആഴமான വിശ്വാസം. യേശു നടന്നു വരുമ്പോ യേശു നടന്നു വരുகிறார். വലിയ കൂട്ടം ജനം യേശുവിന്റെ കൂടെ വരികയാണ്. திரள் கூட்ட ஜனங்கள் இயேசுவோடு வருகிறார்கள். ശിഷ്യന്മാർ യേശുവിന്റെ അടുത്ത് നിൽക്കുന്നു. சீஷர்கள் இயேசுவுக்கு நெருங்கி நிற்கிறார்கள். ജനം യേശുവിന്റെ കൂടെ വരികയാണ്. திரளான ஜனங்கள் சுற்றிலும் வருகிறார்கள். യേശു എവിടെയുണ്ടോ അവിടെ ജനം കൂടിയിരിക്കും. இயேசு எங்கே இருக்கிறாரோ அங்கே ஜனம் கூடி வரும். ജനത്തിനറിയാം, ஜனங்களுக்கு தெரியும் യേശുവിന്റെ അടുത്ത് എന്ന സൗഖ്യമാകും. இயேசு வண்டையில வந்தால் சுகமாகும்.
Yes or no? Hallelujah. Amen. ഈ വിശ്വാസം സഭയെ കുറിച്ച് ദേശത്തിന് ഉണ്ടാകണം. இந்த விசுவாசம் சபை குறித்து தேசத்துக்கு உண்டாக ആ வேண்டும். സഭയിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ രോഗി സൗഖ്യമാകും. அந்த சபையிலே சென்று ஜெபம் பண்ணினா வியாதி ആ குணமடையும். പാസ്റ്ററിന്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ചാൽ രോഗി സൗഖ്യമാകും. அந்த பாஸ்டர் இடத்துல போய் ஜெபம் பண்ணினா நோய் குணமடையும். ആ സിസ്റ്ററിന്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ചാൽ രോഗി സൗഖ്യമാകും. அந்த சிஸ்டர் இடத்துல போய் ஜெபம் பண்ணினால் வியாதி குணமடையும். ആ മദറിന്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ചാൽ രോഗി സൗഖ്യമാകും. அந்த மதர் இடத்துல போய் ஜெபம் பண்ணினா வியாதி குணமாகும். ഹല്ലേലൂയ. ஹல்லேலூயா. ഹല്ലേലൂയ. ஹல்லேலூயா. സന്തോഷത്തോടെ ഹല്ലേലൂയ. സന്തോഷത്തോടെ നിന്റെ കൈവപ്പിനാൽ രോഗികൾ സുഖമാകണം. നീ കൈ വയ്ക്കുമ്പോൾ വ്യാധികൾ ഗുണമடையണം. ഇന്ന് രാത്രി ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകയാ. இந்த இரவுல நான் வியாதியஸ்தர்களை ஜெபிக்க போறேன். യേശു ഇന്ന് രാത്രി സൗഖ്യം ചെയ്യുന്ന രാത്രിയാണ്. இந்த ராத்திரி வேளை இயேசு சுகமாக்குற എല്ലാ ராத்திரி. ക്യാൻസറുകളും ഇന്ന് രാത്രി വിട്ടുമാറാൻ പോകയാ. கேன்சர் வியாதிகளும் விட்டு போக போகிறது. നിന്റെ ശരീരത്തിലെ ട്യൂമറുകൾ ഇന്ന് രാത്രി വിട്ടുമാറാൻ പോകയാ. இந்த ராத்திரி வேளையில உடைய சரீரத்துல டியூமர் விட்டு மாற போகிறது. ബൈബിൾ പറയുന്നു, பைபிள் சொல்கிறது, അവൾ യേശു കർത്താവിനെ തൊടുവാൻ വേണ്ടി വരുമ്പോ இயேசுவை தொடும்படியாய் ஸ்திரீ வரும்போது ഭയങ്കര ജനം യേശുവിന്റെ കൂടെ നിൽക്കുക. திரளான ஜனங்கள் இயேசுவை சூழ்ந்து இருக்கிறார்கள். ഒരു വചനമുണ്ട്, ஒரு வசனம் இருக்கிறது, അവൾ പുറകിൽ കൂടി വന്നു. அவர் പിന്നാലെ வந்து, അവൾ പുറകിൽ കൂടി വന്ന്, அவர் പിന്നാലെ வந்து, പുറകിൽ കൂടി വന്ന്, அவர் പിന്നാലെ வந்து, ഞാൻ തൊടും എനിക്ക് സൗഖ്യമാകുമെന്ന് പറഞ്ഞുകൊണ്ട്, நான் தொட்டால் சுகமாவேன் என்று சொல்லிக்கொண்டு, சொல்லிக்கொண்டு, ഞാൻ തൊടും, நான் தொடுவேன், ഞാൻ സുഖമാകും நான் சுகமாவேன் എന്ന് പറഞ്ഞുകൊണ്ട് என்று சொல்லிக்கொண்டு, പുറകിൽ കൂടി വന്ന് പിന്നാലെ வந்து യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടു. அமே இயேசு வஸ்திரத்தை தொட்டாய். അവൾ തൊടുന്നതിന് മുമ്പ്, அவர் தொடுவதற்கு முன்பாக അവൾ പറഞ്ഞു, அவர் சொன்னார். അവൾ എന്ത് പറഞ്ഞു? என்ன சொன்னார்? ഞാൻ തൊടും, நான் വസ്ത്രം ഞാൻ തൊടുവേൻ, സൗഖ്യമാകും. நான் சுகமாவேன். ആദ്യം അവൾ തൊടുകല്ല ചെയ്തേ, முதல்ல அவள் தொடவில்லை, ആദ്യം അവൾ പറയുക ചെയ്തേ. அவள் சொல்லுகிறார். அல்லேலூயா. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആദ്യം തൊടുകയല്ല ചെയ്യുന്നേ, முதலாவது தொடவில்லை, ആദ്യം വായ് തുറന്ന് പറയുക. நான் தொட்டு சுகமாவேன் നീ என்று வாய் திறந்து നീ சொல்லுகிறார். ആദ്യം പറയുക, நீ வாய் திறந்து சொல், അതിനുശേഷം അത്ഭുതം നടക്കും. அதுக்கு பிற்பாடு அற்புதம் நடக்கும். എത്ര പേർക്ക് ആമേൻ എന്ന് പറയാൻ കഴിയും? ஆமென் சொல்லுவீர்கள். ചെങ്കടലിന്റെ തീരത്ത് വന്ന് ജനം നിൽക്കുമ്പോൾ செங்கடல் அண்டையில வந்து ஜனம் நிற்கும் போது മോശ പറയുകയാ, மோசே சொல்லுகிறார், മുമ്പോട്ട് പോക, மும்போட்டு முன்னாலே போங்க, നീ പറയാൻ തയ്യാറാകുക. நீ சொல்ல ஆயத்தமாக. ആദ്യം നീ പറഞ്ഞാൽ முதலாவது நீ சொன்னார், പിന്നെ ആ ചെങ്കടൽ രണ്ടായി മാറുവാനിടയാകും. அடுத்த செங்கல் இரண்டாய் பிளக்கும். ഇന്ന് രാത്രി നിനക്ക് എന്ത് വിടുതലാ വേണ്ടേ? இந்த ராத்திரி வேளை எதிலே உனக்கு விடுதலை ആദ്യം നീ வேண்டும்? വാ തുറന്ന് പറയുക. முதலாவது வாய் திறந்து சொல்லு, നിനക്ക് സൗഖ്യം വേണോ? உனக்கு சுகம் வேண்டுமா? നീ വാ തുറന്ന് പറ, நீ வாய் திறந்து சொல்லு, ഇന്ന് രാത്രി ഞാൻ സുഖമാകും. இந்த ராத்திரி வேளை ഈ சுகமாவாய். രാത്രി നിനക്ക് വിടുതൽ இந்த ആവശ്യമാണോ? ராத்திரி வேளை விடுதலை தேவையா? ആദ്യം നീ വാ തുറന്ന് പറയുക, முதலாவது வாய் திறந்து சொல்லு, എനിക്ക് വിടുതൽ ഉണ്ടാകും. எனக்கு விடுதலை ഈ உண்டாகும். രാത്രി இந்த இரவேளை യേശു യേശു എന്നെ വിടിവിക്കാൻ പോകയാ. என்னை விடுவிக்க போகிறார். നിന്റെ ഫാമിലിയിൽ വിടുതൽ വേണോ? உன் കുടുംബத்துக்கு വിടുதலை ഈ வேண்டும். രാത്രി നീ വാ തുറന്ന് പറയുക. இந்த ராத்திரி வாய் திறந்து சொல்லு. ആമേൻ. നൂറുകണക്കിന് പേർ സ്നാനപ്പെടണോ? நூற்றுக்கணக்கான ஜனங்கள் ആദ്യം നീ വാ തുറന്ന് പറ. வாய் திறந்து சொல்லுங்க. ആത്മാക്കൾ വിടിവിക്കപ്പെടാൻ പോകയാ. ആത്മാക്കൾ വിടുവിക്കപ്പെட നീ പോകുന്നത്. വാ തുറന്ന് ഏറ്റു പറയുക. വായ് തുറന്ന് ഏറ്റു சொல். നിന്റെ കൺമുമ്പിൽ നീ അത് കാണാൻ തുടങ്ങും. കണ്ണിൻ മുൻപായി കാൺபாய். എത്ര പേർ വായ് തുറന്ന് പറയാൻ തയ്യാറുണ്ട്? എത്ര പേർ വായ് തുറന്ന് சொல்ல ആയത്തമായി ഇരിക്കുന്നു? ആദ്യം നീ വായ് തുറന്ന് പറയുക. முதல்ல வாய் திறந்து சொல்லு. നീ പറയുക. നീ சொல்லு. കുടുംബമായി ആരാധിക്കുന്ന ദൈവമക്കളെ, കുടുംബമായി ആരാധിക്കുന്ന ദൈവത്തിന്റെ പിള്ളകളെ, തലമുറ ഇല്ലാത്ത കുടുംബങ്ങളെ, പിള്ളകൾ ഇല്ലാത്ത കുടുംബങ്ങളെ, വായ് തുറന്ന് ആദ്യം പറയുക. വായ് തുറന്ന് முதல்ல சொல்லுங்க. അടുത്ത ഫെബ്രുവരി വരുമ്പോൾ, അടുത്ത ഫെബ്രുവരി മാസം വരുമ്പോൾ ഞാൻ എന്റെ കുഞ്ഞുമായി ഇവിടെ വരുന്നതായിരിക്കും. ഞാൻ ഒരു പിള്ളയുമായി இந்த இடத்துல നീ വാ വരുന്നതായിരിക്കും. തുറന്ന് പറയുക. நீ வாய் திறந்து சொல்லு. ആദ്യം നീ പറയുക, நீ முதல்ல சொல்லு. പിന്നെ നീ തൊടുക. நீ தொடுக. യേശു നിന്നെ വിടുവിക്കും. യേശു നിന്നെ വിടുവിപ്പാർ. ശാൽഖാതറയ ബഖോ ശബഖാസ്. ഹല്ലേലൂയ ഹല്ലേലൂയ. രാജാസ് മിഠാൽ ബിനിഖാർ ബിനായ് സഠാകാശി. ശക്തി വ്യാപരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ദേവനുடைய വല്ലமை വ്യാപരിക്കുന്നത് ഞാൻ பார்க்கிறேன். ബൈബിൾ പറയുന്നു, വേദം சொல்லுகிறது, അവൾ പറഞ്ഞുകൊണ്ട് വന്ന് തൊട്ടു. അവൾ சொல்லிக்கொண்டே வந்து തൊട്ടപ്പോൾ തന്നെ തൊട്ടപോലെ ശക്തി യേശുവിൽ നിന്ന് പുറപ്പെട്ടു. യേശു ക്രിസ്തുവിടത്തിൽ വല്ലமை പുറപ്പെട്ടു. അവൾ വിറയ്ക്കാൻ തുടങ്ങി. അവൾ നടുങ്ങ ആരംഭിച്ചു. യേശു അവിടെ നിന്നു. യേശു അങ്ങ് നിന്നു. യേശു ചോദിക്കുകയാ, യേശു കേൾക്കുകയാണ്, ആരാ എന്നെ തൊട്ടേ? யார் என்னை தொட்டது? ആരാ എന്നെ തൊട്ടേ? என்னை தொட்டது யார்? ശിഷ്യന്മാർ പറഞ്ഞു, சீசர் சொன்னாரு, ഗുരു എത്രയോ പേരാ കൂടെയുള്ളേ? യേശുവേ എത്രയോ ജനങ്ങൾ ഉമ്മ നെരുക്കി കൊണ്ടുവരുகிறார்கள். യേശു പറഞ്ഞു, യേശു சொன்னார், അങ്ങനല്ല, அப்படிയല്ല, വിശ്വാസത്തോടെ ഒരാൾ എന്നെ തൊട്ടു, എന്നെ ഒരുവർ തൊട്ടിരിക്കുന്നു, ശക്തി എന്നിൽ നിന്ന് പുറപ്പെട്ടു. വല്ലமை என்னிடத்து പുറപ്പെട്ടது. എന്താ ഇതിന്റെ അർത്ഥം? എന്നിലെ ശക്തി என்னுடைய சக்தி തൊട്ട വ്യക്തിയിൽ വന്നിട്ടുണ്ട്. தொட்ட நபர்ல வந்திருக்கிறது. ആ വ്യക്തി ഹീലായിട്ടുണ്ട്. ஆமென். அது தட்சா இருக்கிறது.
Oh Jesus. ഹല്ലേലൂയ ഹല്ലേലൂയ യേശു പറയുന്നു, യേശു சொல்லுங்க, ഒരാൾ എന്നെ തൊട്ടു, ഒരുവൻ എന്നെ തൊട്ടാൽ, ഒരാൾ എന്നെ തൊട്ടു, ഒരു നബർ എന്നെ തൊട്ടാൽ, ഒരാൾ എന്നെ തൊട്ടു, ഒരുവൻ എന്നെ തൊട്ടാൽ, അങ്ങനെ ബൈബിൾ പറയുന്നു, ഒരാൾ എന്നെ തൊട്ടു. ഒരുവൻ എന്നെ തൊട്ടാൽ. എന്താ അങ്ങനെ പറയുന്നേ? ஏன் அப்படி சொல்லுகிறார்? അതുവരെ അവൾക്ക് വ്യക്തിത്വമില്ലായിരുന്നു, അതുവരെയിൽ അവൾക്ക് പേഴ്സണാലിറ്റി ഇല്ല, വ്യക്തിത്വമില്ല. 12 വർഷമായി ജീവനും മരണത്തിനും ഇടയ്ക്ക് നിൽക്കുകയാണ് അവൾ. 12 வருஷமாக மரணத்துக்கு ஜீவனுக்கு இடையில நின்று പക്ഷേ கொண்டிருக்கிறார். യേശു പറയുന്നു, യേശു சொல்லுகிறார், ഒരാൾ എന്നെ തൊട്ടു. ഒരുവൻ എന്നെ തൊട്ടാൽ. ഇന്ന് രാത്രി കർത്താവ് അങ്ങനെയുള്ള ചിലരെ നോക്കി പറയാൻ പോവാ. இந்த ராத்திரியில இயேசு அப்படிப்பட்ட நபர்களை சொல்லி சொல்லுகிறார். ഒത്തിരി പേർ മീറ്റിംഗിന് വന്നിട്ടുണ്ട്, அநேகர் கூட வந்திருக்கிறார்கள். പക്ഷെ ചിലർ എന്നെ തൊടാൻ പോകയാ. சிலர் என்னை தொட போகிறார்கள். അവരുടെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെടാൻ പോകയാ. என்னுடைய சரீரத்திலிருந்து வல்லமை புறப்பட போகிறது. ഹല്ലേലൂയ. ஹல்லேலூயா. അവള് വിറച്ചുകൊണ്ട് നിൽക്കുക. அவன் நடுங்கி கொண்டு நிற்கிறார். യേശു പറഞ്ഞു, യേശു சொன்னார், അവളോട് പറഞ്ഞു, സാക്ഷ്യം പറ, சாட்சி சொல்லு, എന്ത് സംഭവിച്ചു? என்ன സംഭവിத்தது? അവള് വിറച്ചോണ്ട് പറയുക, அவன் நடுங்கி கொண்டு சொல்லுகிறார், ഞാനോ തൊട്ടേ, நான் தான் உங்களை தொட்டேன், ഞാൻ സൗഖ്യമായി. நான் சுகமானே. ഹല്ലേലൂയ. ஹல்லேலூயா. ഒരിക്കലെങ്കിലും സൗഖ്യം അനുഭവിച്ചവർ മാത്രം ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ചു. ஒரு முறையாவது இயேசுவிடத்தில் வந்து சுகத்தை பெற்றவர்கள் கரங்களை உயர்த்துங்கள். ഒരിക്കലെങ്കിലും, ஆமே, ஒரு முறையாக இயேசுவிடத்தில் அற்புத சுகம் பெற்றவர்கள், ഒരിക്കലെങ്കിലും ஒரு முறையாவது സൗഖ്യം അനുഭവിച്ചവർ, ஒரு முறையாவது இயேசுவின் அற்புத சுகத்தை பெற்றவர்கள். പിശാചേ, നീ ഈ കരങ്ങളെ കാണുക. பிசாசே, நீ இந்த கரங்களை பார். യേശു സൗഖ്യമാക്കിയവരുടെ കരങ്ങളായത്, இயேசு சுகமாக்கினவருடைய கரங்கள், യേശു വിടുവിച്ചവരുടെ കരമായത്. இயேசு விடுவித்தவருடைய கரம். എന്തിനാ കരം ഉയർത്താൻ പറഞ്ഞെന്നറിയാമോ? எதற்காய் கரம் உயர்த்த നിങ്ങൾ ഈ சொன்னீர்கள்? കൈ വെച്ചാൽ രോഗി സൗഖ്യമാകും, நீங்கள் இதே கையை வைத்தால் நோயாளிகள் குணமடைவார்கள். രോഗി സൗഖ്യമാകും. நோயாளிகள் குணமடைவார்கள். യേശു സൗഖ്യമാക്കുന്ന രാത്രിയാ. இயேசு சுகமாக்குற இரவு. നിന്റെ തലവലി ഇന്ന് രാത്രി സൗഖ്യമാകാൻ പോകയാ. நிரந்தர தலைவலி இன்றைக்கு നിന്റെ சுகமாக ഹാർട്ട് അറ്റാക്ക് ഇന്ന് രാത്രി സൗഖ്യമാകാൻ പോകയാ. ஹார்ட் அட்டாக் இன்றைக்கு குணமாக போகிறது. നിന്റെ അലർജി രോഗങ്ങൾ സൗഖ്യമാകാൻ പോകയാ. உன்னுடைய ஓவாமை நோய்கள் அகல നിന്റെ போகிறது. ശ്വാസമുട്ടലുകൾ സൗഖ്യമാകാൻ പോകയാ. சுவாச முட்டல் மாற போகிறது. നിന്റെ തൈറോയിഡ് രോഗങ്ങൾ സൗഖ്യമാകാൻ പോകയാ. தொண்டையில உள்ள வியாதிகள் மாற போகிறது. യേശുവിന്റെ നാമത്തിൽ இயேசுவின் நாமத்தில் തലമുറ കൈമാറി വന്ന രോഗം സൗഖ്യമാകാൻ പോകയാ. பரம்பரையாய் வந்ததான நோய் மாற போகிறது. നിന്റെ പ്രഷറും ഷുഗറും നോർമൽ ആകാൻ പോകയാ. உன்னுடைய சரீரத்திலே பிரஷர் நார்மலாக നിന്റെ போகிறது. കൊളസ്ട്രോൾ സുഖമാകാൻ പോകയാ. உன்னுடைய கொழுப்பு கரைய போகிறது. യേശുവിന്റെ നാമത്തിൽ இயேசுவின் நாமத்தில் സൗഖ്യം ആമേൻ അനുഭവിക്കുക. ஆமே, சுகத்தை அனுபவிங்க. സൗഖ്യം അനുഭവിക്കുക. சௌக்கியத்தை அனுபவிங்க. ഒരുപക്ഷെ നിങ്ങൾക്ക് സൗഖ്യം വേണ്ടായിരിക്കാം, சில வேளை உங்களுக்கு சுகம் தேவை. പക്ഷെ നിങ്ങളുടെ അടുത്തിരിക്കുന്നവർക്ക് സൗഖ്യം വേണം. ஆனா உங்களுடைய பக்கத்தில் இருக்க நோய் குணமாகணும். അവർ ഇന്ന് രാത്രി സൗഖ്യമാകട്ടെ. அவர்கள் சுகம் அடையட்டும். അവർ ഇന്ന് രാത്രി സൗഖ്യമാകട്ടെ. அவர்கள் இந்த இரவேளை சுகம் அடையட்டும். യേശുവിന്റെ നാമത്തിൽ, இயேசுவின் நாமத்தில், യേശുവിന്റെ നാമത്തിൽ இயேசுவின் நாமத்தில் സൗഖ്യമാകാം. சுகமாகி. ஆமென், 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 ஆமென். அல்லேலூயா, அல்லேலூயா, அல்லேலூயா. ஸ்தோத்திரம். അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. அவருடைய தழும்புகளால நீங்கள் குணமாகிறீர்கள். ஸ்தோத்திரம். ஆமென், 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 ஆமென். ஹalleluya, 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 ஹalleluya. ഓ റബ്ബ ഖാന. ആമേൻ, ഹല്ലേലൂയ. യേശു കർത്താവിനെ ക്രൂശിക്കുവാൻ വേണ്ടി കൊണ്ടുപോകുന്നതിന് മുമ്പ്, இயேசு கிறிஸ்துவை சிலுவையில் அறைவதற்கு கொண்டு போவதற்கு முன்பாக യേശുവിന്റെ പുറത്തേക്ക് അവർ 39 പ്രാവശ്യം റോമൻ ചാട്ടവാർ കൊണ്ടടിച്ചു. ரோமருடைய அந்த சாட்டையினாலே 39 முறை முதுகிலே அடித்தார்கள். യേശുവിന്റെ കൈ രണ്ടും കെട്ടിയിട്ടിട്ടാണ് അവർ അടിച്ചത്. இயேசுவுடைய கரங்களை கட்டி வைத்துட்டு முதுகிலே அடித்தார்கள். 39 പ്രാവശ്യം 39 முறை റോമൻ ചാട്ട കൊണ്ടവർ അടിച്ചു. ரோம சவுக்கினால் அடித்தார்கள். യേശുവിന്റെ പുറത്തെ മാംസം അവർ വലിച്ചു പറിച്ചു. அவருடைய முதுகிலிருந்த மாംசத்தை அவர்கள் இழுத்து எடுத்தார்கள். എന്തിനെന്നറിയാമോ? எதற்காக தெரியுமா? 1 പത്രോസ് 2:24. 1 பேதுரு 2:24. അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വരുവാ. அவருடையதான தழும்புகளால் நீங்கள் குணமானீர்கள். അവൻ എന്തിനാ അടിപ്പിണറിയേറ്റത്? அவர் எதற்காக இந்த காயங்களை നിന്റെ ஏற்றார்? രോഗം സൗഖ്യമാകുവാൻ. உன்னுடைய வியாதியை குணமாக்கும்படி. നിന്റെ രോഗം സൗഖ്യമാകുവാൻ. உன்னுடைய நோய் குணமாக்கும்படி. എന്തിനാ യേശു അടികൊണ്ടത്? இயேசு எதற்கு அடியேற்றார்? നിന്റെ ക്യാൻസർ മാറ്റുവാൻ. உன்னுடைய கேன்சர் வியாதி നിന്റെ மாற்ற. ട്യൂമർ മാറ്റുവാൻ. உன்னுடையதான டியூமர் மாற்ற. സഹോദര സഹോദരി, சகோதர சகோதரி, ഇനി നീ രോഗിയായിരിക്കണ്ട. இனி நீ வியாதியஸ்தராக യേശു നിനക്കായി അടിക്കപ്പെട്ടു. இயேசு உனக்காக அடிக்கப்பட்டார். അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. அவருடைய தழும்புகளால் உனக்கு நோய் குணமாகி இருக்கிறது. ഹല്ലേലൂയ.
Hallelujah. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ 39 പ്രാവശ്യം തല്ലിക്കീറിയ വേദന എത്ര വലുതാണെന്ന്? நீங்கள் எப்போதாவது சிந்தித்தது உண்டாய் 39 முறை இயேசுவை சவுக்கினால் அடித்ததனால வந்த வேதனை குறித்து? അവന്റെ മാംസം മുഴുവൻ അവർ പറിച്ചെടുത്തു. அவர் முதுகுள்ள மாம்சத்தை முழுவதும் அதிலே இழுத்து எடுத்தார்கள். യേശു അത് സഹിച്ചേ. ஏன் அதை எதற்காக இயேசு சகித்தார்? അത്രയും ശക്തമായി യേശു രോഗത്തെ എതിർക്കുകയാ. அவ்வளவு வல்லமையோடு இயேசு வியாதியை எதிர்க்கிறார். ഹല്ലേലൂയ. രോഗവുമായി ഒരു ഉടമ്പടി ചെയ്യരുത്. വ്യാധിയുമായി ഉടമ്പടിക്ക് பண்ணக்கூடாது. യേശുവിന്റെ അടിപ്പിണരുകളാൽ, യേശുവിൻ തലമുകളാൽ ഇന്ന് രാത്രി നീ പറയണം, നീ சொல்ல வேண்டும், സൗഖ്യമാവുക. ആമേൻ, ഗുണമാകുവதாக. നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ എന്തിനാ ഈ രോഗസൗഖ്യത്തെ കുറിച്ച് ഇങ്ങനെ കൂടെ കൂടെ പറയണേ? நீங்கள் கேட்கலாம், பாஸ்டர் எதற்காக இங்க வியாதி குணமடைவதை குறித்து இடையிடையே சொல்கிறீர்கள்? രോഗം വന്നവരോട് ചോദിക്കണം. வியாதி வந்தவர்களிடத்துல நீங்க கேட்டு பார்க்கணும், അവരുടെ വേദന എന്താണ്, அவர்கள் அனுபவிக்கிற வேதனை என்ன என்று. രോഗമില്ലാത്തവർക്ക് അത് മനസ്സിലാകില്ല. வியாதி இல்லாதவர்களுக்கு அதை குறித்து புரிய முடியாது. പക്ഷേ രോഗം വന്നവരോട് ചോദിക്കണം. வியாதிப்பட்டவர்களிடத்து கேளுங்க. ക്യാൻസർ വന്നവരോട് ചോദിക്കണം. கேன்சர் வந்தவர்கிட்ட கேளுங்க. ഏത് സമയവും മരണം സംഭവിക്കാം. எந்த வேளையிலும் மரணம் சம்பவிக்கும். യേശു സൗഖ്യമാക്കുകയാണ്. യേശു സുഖമാക്കുകയാണ്. പ്ലീസ് ലിഫ്റ്റ് അപ്പ് യുവർ ഹാൻഡ്സ്. കരങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. കരങ്ങളെ പരലോകത്തേക്ക് നേരെ ഉയർത്തിപ്പിടിക്കുക. പരലോകത്തിന് നേരെ ഉയർത്തിപ്പിടിക്കുക. പരത്തേക്ക് നേരെ ഉയർത്തിപ്പിടിക്കുക. യേശുവിന്റെ നാമത്തിൽ. യേശുവിൻ നാമത്തിൽ. നിങ്ങളുടെ അടുത്തടുത്തിരിക്കുന്നവർ ആ കൈ ഒന്ന് ചേർത്ത് പിടിച്ചാട്ടെ. അടുത്ത് പക്കത്തിലേക്ക് കൈയെ ചേർത്ത് പിടിക്കുക. ചേർത്ത് പിടിച്ച് ഉയർത്തിപ്പിടിക്കുക. അവയെ കരങ്ങളെ ഉയർത്തിപ്പിടിക്കുക. ചേർത്ത് പിടിച്ച് ഉയർത്തിപ്പിടിക്കുക. മറ്റവരുടെ കരങ്ങളെ പിടിച്ച് ഉയർത്തിപ്പിടിക്കുക. യേശുവിന്റെ നാമത്തിൽ. യേശുവിൻ നാമത്തിൽ. സുഖമുണ്ടാകട്ടെ. സുഖമാകട്ടെ. സുഖമുണ്ടാകട്ടെ. സുഖമാകട്ടെ. സുഖമുണ്ടാകട്ടെ. സുഖമാകട്ടെ. ആരെല്ലാം കൈ ചേർത്ത് പിടിച്ചിരിക്കുന്നോ, யார் கையை இணைத்து பிடித்திருக்கிறார்களோ, സുഖമാകട്ടെ. 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 നിങ്ങളുടെ കൈക്ക് പിടിച്ച വ്യക്തി, உங்களுடைய കരങ്ങളെ പിടിച്ച നവർ ആരുമായി കൊള്ളട്ടെ, അവർക്ക് ദാനമായി പെറ്റുകൊള്ളട്ടെ. പുറകിലെ റോഡ് ഓരത്തിൽ, റോട്ട് ഓരത്തിൽ ഓൺലൈനിൽ വാച്ച് ചെയ്യുന്നവർ, ഇதை கவனித்துக் கொண்டிருக்கிறவர், വീട്ടിലുള്ളവർ കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുക. വീട്ടിൽ இருக்கிறவர்கள் കരങ്ങളെ കോർത്ത് ജപിയുங்கள். കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുക. കരങ്ങളെ പിടിച്ച് ജപിയുங்கள். യേശുവിന്റെ നാമത്തിൽ. യേശുവിൻ നാമത്തിൽ. എല്ലാ രോഗങ്ങളും ഇപ്പോൾ വിട്ടുമാറുകയാ. എല്ലാ വ്യാധികളും വിട്ടു പോകുന്നത്. ശരീരം സൗഖ്യമാകട്ടെ. ശരീരം സുഖമാകട്ടെ. ഇപ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക്, இப்பொழுது ஒரு நபரில் இருந்து மற்றொரு நபருக்கு ദൈവശക്തി പുറപ്പെടട്ടെ. தேவனுடைய வல்லமை புறப்படட்டும். വയറ് സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ ഹീലാകട്ടെ. സംബന്ധமான നோய்கள் ഇപ്പോൾ തീരട്டும். യേശുവിന്റെ നാമത്തിൽ. യേശുവിൻ നാമത്തിൽ. സുഖമുണ്ടാകുവതാകട്ടെ. സുഖമുണ്ടാകട്ടെ. ബലം ഉണ്ടാകുവതാകട്ടെ. ബലം ഉണ്ടാകട്ടെ. സൗഖ്യം സംഭവിക്കട്ടെ. സുഖം സംഭവിക്കട്ടെ. സൗഖ്യം സംഭവിക്കട്ടെ. സുഖം സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ. യേശുവിൻ നാമത്തിൽ. ആരെല്ലാം കൈ കോർത്ത് പിടിച്ചോ, யார் കരങ്ങളെ കോർത്ത് പിടിച്ചോ, അവരുടെ ശരീരത്തിലേക്ക് ശക്തി വ്യാപരിക്കട്ടെ. അവരുടെ ശരീരത്തിൽ ദൈവ ശക്തി വ്യാപരിക്കട്ടെ. ശരീരത്തിൽ ശക്തി, ശരീരത്തിൽ വല്ലമൈ. വായ തുറന്ന് പ്രാർത്ഥിക്കുക. വായ തുറന്ന് ജപിക്കുക. നിങ്ങളുടെ ശബ്ദം ഈ ഗ്രൗണ്ടിൽ ഉയരട്ടെ. ഉങ്ങളുടെ ശബ്ദം இந்த മൈതാനത്ത് ഉയരട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ സുഖമാക്കും, സുഖമാക്കും. உம்முடைய வல்லமை அனுப்பு, அற்புத வல்லமை அனுப்பு. சத்தமாய் சொல்லுவோம். യേശുവേ സുഖമാക്ക്, സുഖമാக்கிற வல்லமை, வல்லமை, வல்லமை இறங்கட்டும். சுகமாக்கிற வல்லமை இறங்கட்டும், 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 இறங்கட்டும். அற்புத வல்லமை இறங்கட்டும். பெரும்பாடுள்ள சிறியுடைய சரீரத்தில் இறங்கின வல்லமை இப்பொழுது இறங்கட்டும், 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 இறங்கட்டும். பிரவேசப்பனுடைய கால்களும் கரங்களும் பலங்கொள்ளத்தக்கதாய் இறங்கி வந்த இயேசுவின் நாமத்தில் வல்லமை இறங்கட்டும். உடா பாபா பா ஷகரா பாபா பாபா, உடா பாபா பாபா ரிதரா பா ஷகரா, ஓரி பால 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 பாலவா, துரியா பால ஷதனா, ஓ மிகபாதுனார கந்தரா, ஓ பாபா, ஓ ഈ ഗ്രൗണ്ടിൽ ഇപ്പോൾ സൗഖ്യം നടന്നുകൊണ്ടിരിക്കുന്നു. വ്യാധി ഗുണമடைந்துകൊണ്ടിരിക്കുന്നത്. അത്ഭുത സൗഖ്യം, അത്ഭുത വിടുതலை, അത്ഭുത സൗഖ്യം, അത്ഭുതமான സുഖം, അത്ഭുത സൗഖ്യം, അത്ഭുത സുഖം, അത്ഭുത സൗഖ്യം, അത്ഭുത സുഖം, അത്ഭുത സൗഖ്യം, അത്ഭുത സുഖം. ചില ഓപ്പറേഷനുകൾ മാറിപ്പോകയാ. അറുவை சிகிச்சை അനുഭവം മാറിപ്പോകുന്നു. ഓപ്പറേഷന് വേണ്ടിയുള്ളത് മാറിപ്പോകയാ. അറുவை சிகிச்சைக்கான വ്യാധികൾ മാറിപ്പോകുന്നു. സൗഖ്യമാകട്ടെ. രോഗം മാറി. ചില ഓപ്പറേഷൻ മാറിപ്പോകുന്നു. ചില അറുவை சிகிச்சை മാറിപ്പോകുന്നു. ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണം. മരുത്തുവർ சொன்னார் ഓപ്പറേഷൻ. ഇന്ന് രാത്രി യേശുവിന്റെ വചനം ഓപ്പറേറ്റ് ചെയ്യുകയാ. ഇന്ന് രാത്രി വേളയിലെ ആண்டവരായ യേശുവിന്റെ വചനം അറുவை சிகிச்சை നടത്തുகிறது.
ഓ ബലനുണ്ട്, ജീവനുണ്ട് ഉം പാദത്തിൽ നേസിக்கிறേ. കരങ്ങളെ ഒന്ന് ഉയർത്തി പിടിച്ചേ, കരങ്ങളെ ഉയർത്തി ഉമ്മായി താനേ എൻ ദൈവമേ എൻ യേശുവേ നേസിக்கிறേ. ഉമ്മായി താനേ എൻ ദൈവമേ എൻ യേശുവേ. സുഖമുണ്ട്, ബലനുണ്ട്, ജീവനുണ്ട് ഉം പാദത്തിൽ. സുഖമുണ്ട്, ബലനുണ്ട്, ജീവനുണ്ട് ഉം പാദത്തിൽ നേസിக்கிறേ. ഉമ്മായി താനേ എൻ ദൈവമേ എൻ യേശുവേ നേസിக்கிறേ. ഉമ്മായി താനേ എൻ ദൈവമേ എൻ യേശുവേ നേസിக்கிறേ. ഉമ്മായി താനേ എൻ ദൈവമേ എൻ യേശുവേ നേസിக்கிறേ. ഉമ്മായി താനേ എൻ ദൈവമേ എൻ യേശുവേ. സുഖമുണ്ട്, ബലനുണ്ട്, ജീവനുണ്ട് ഉം പാദത്തിൽ. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കും? എത്ര പേര് இந்த ഇടവേളയിൽ നീ വിശ്വാസിക്കും? വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ പോകുമ്പോൾ നിന്റെ വീട്ടിലുള്ള ചിലർ സൗഖ്യമായത് നിങ്ങൾ കാണും. உங்களுடைய வீட்டிலுள்ள சில நோய்களை குணமாயிருப்பார்கள். വീട്ടിലുള്ള ചിലർ സൗഖ്യമായത് നിങ്ങൾ കാണും. வீட்டில் நிற்கிறவங்க சுகமாய் நிற்பார்கள். അത്ഭുത സൗഖ്യം സംഭവിക്കട്ടെ. அற்புத விடுதலை உண்டாகட்டும். മൂന്നാമത്തെ അത്ഭുതം, മൂന്നാമത്തെ അത്ഭുതം மூன்றாவது அற்புதம் ഞാൻ അതോട് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. உங்களை சொல்லி நான் ஜெபிக்க போகிறேன். അല്പസമയം എനിക്ക് പ്രാർത്ഥനയ്ക്ക് വേണം. கொஞ்ச நேரம் ஜெபத்திற்கு தேவை. മൂന്നാമത്തെ അത്ഭുതം എന്താണെന്നറിയാമോ? மூன்றாவது அற்புதம் என்னவென்றால் യേശു കർത്താവ് മരിച്ച ഒരു കുഞ്ഞിനെ ഉയർപ്പിക്കുന്നതാ. இயேசு கிறிஸ்து மரித்த ஒரு பிள்ளையை உயிரோடு எழுப்புகிறார். എന്താ വായിച്ച വാക്യം? வாசித்த வசனம், അവിടെ ഒരു പദമുണ്ട്. அங்கே ஒரு வார்த்தை இருக்கிறது. ബാലെ എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തോടെ തലീഥ കൂമി എന്ന് അവളോട് പറഞ്ഞു. தலித்தமி என்று சொல்லி சிறு பெண்ணை எழுந்திரு என்ற அர்த்தத்திலே இயேசு சொல்லுகிறார். തലീഥ കൂമി தகூமி என்று சொல்லுகிறார். 41 വാക്യം, 41வது வசனத்திலே തലീഥ കൂമി, தாகூமி என்று சொல்கிறார். തലീഥ കൂമി, தாகூமி என்கிறார். ഹല്ലേലൂയ, ஹல்லேலூயா. എന്തിനാ ആ പദം ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നറിയാമോ? ஏன் மறுபடியும் சொல்கிறேன் என்றால் എന്താണ് തലീഥ് എന്ന് അറിയണം. தலித் என்றால் என்ன என்று அறிய வேண்டும். ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോകയാ. உங்களோடு சொல்லி ஜெபிக்க போறேன். യേശു കർത്താവിന്റെ അടുക്കൽ ഒരു പള്ളി പ്രമാണി വരികയാ. இயேசு கிறிஸ்துவின் அருகிலே ஒரு ஜெப ஆலய தலைவன் கடந்து வருகிறார். അവന്റെ പേര് യായിറോസ് എന്നാണ്. யாவீரு என்பது அவனுடைய பெயர். അവൻ വന്നിട്ട് പറയുന്നു, அவர் வந்து சொல்லுகிறார், കൊച്ചു മരിച്ചുപോയി. என்னுடைய மகள் மரித்து போனார். 12 വയസ്സാണ് കൊച്ചിന് പ്രായം. 12 வயது பருவமுடையவள். ഉടനെ യേശു അവിടെ ചെല്ലുന്നു. இயேசு அங்கே சொல்லுகிறார். കുറച്ച് പേര് അവിടെ നിന്ന് കരയുകയാ. சிலர் அங்கே கூடியிருந்து அழுகிறார்கள். കരയുന്നവരെ പിടിച്ച് പുറത്തു മാറ്റി அங்கே அழுது கொண்டிருக்கிறவர்களை வெளியே அனுப்ப சொன்னார். യേശു തന്റെ കയ്യിലുള്ള ഷോൾ, പ്രയർ ഷോൾ, പ്രാർത്ഥനയുടെ ഷോൾ, அந்த பிரேயர் குழுவை இயேசு அழைத்து கொண்டு போகிறார். പ്രയർ ഷോൾ, പ്രാർത്ഥനയുടെ ഷോളിനാണ് തലീത് എന്ന് പറയുന്നത്. அந்த ஜெபத்தினுடையதான ஒருக்கத்தை தான் தலீத் என்று சொல்கிறது. യഹൂദൻ കൊണ്ടു നടക്കുന്ന ഒരു ഷാളാണത്. யூதர்கள் கொண்டு நடக்கக்கூடிய ஒரு ஷால். നമ്മൾ യഹൂദന്മാരെ നേരിൽ കണ്ടിട്ടുള്ളവർക്കറിയാം. யூதர்களை நேரடியாக பார்த்தவர்களுக்கு தெரியும். അവരുടെ റബ്ബിമാർ ധരിക്കുന്ന ഒരു ഷാളുണ്ട്.
அவருடைய ரபிமார்கள் போதகர்கள் தரிக்கிறதான ஒரு ஷால் இருக்கிறது. മിക്കവാറും അവരവരുടെ ഡ്രസ്സിന് അകത്ത് അതിങ്ങനെ ഉടുക്കാറുണ്ട്. அதிலே அந்த அவருடைய வஸ்திரத்தோடு கூட அவர்கள் உடுத்திக் கொள்வார்கள். ആ സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തെ വന്ന് തൊട്ടു. இயேசு அந்த இயேசு கிறிஸ்துவினுடைய வஸ்திரத்தை தொட்டால், ഇംഗ്ലീഷിൽ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ആംഗ്ല ബൈബിളില് ആ പ്രയർ ഷാളിൽ വന്ന് തൊട്ടെന്ന് എഴുതിയേക്കുന്നത്. அந்த தலீத் என்று சொல்லக்கூடியதான அந்த ஜெப ஷாலிலே வந்து தொட்டாள். ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു ആ മരിച്ച കുഞ്ഞിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാ. യേശു മരിച്ചു പോന அந்த சிறு பிள்ளையுடைய வீட்டிலே செல்கிறார். എന്നിട്ട് യേശു കർത്താവ് ആ തലീത്ത് എടുത്ത് ആ ശവത്തിന്റെ മുകളിലേക്ക് ഇടുകയാ. அந்த தலீத் என்ற வஸ்திரத்தை எடுத்து அந்த பிள்ளையுடைய சரீரத்திலே போடுகிறார். എന്നിട്ട് യേശു പറയുകയാ, യേശു சொல்லுகிறார், തലീത കൂമി. தலீத் தகுமி. കൂമി എന്ന് പറഞ്ഞാൽ വരിക എന്ന അർത്ഥം. தகுமி என்றால் எழுந்து வா. തലീത് വരിക. தலி கூமி என்றால் வருக. ശവത്തിന്റെ പുറത്തിട്ടിട്ട് அந்த பிரேதத்தின் மேலே விட்டது. തലീത് വരിക എന്ന് പറഞ്ഞാ தலீத் வா என்று சொன்னார். ശവം എഴുന്നേക്കണം. அந்த பிரேதம் எழுந்து வர வேண்டும். ഹല്ലേലൂയ, ஹல்லேலூயா, ഹല്ലേലൂയ. യേശു പറയുക, യേശു சொல்லுகிறார், തലീത കൂമി. தலீத் தகுமி. ആ തലീത് എടുത്ത് ഇട്ടട്ടാ യേശു പറയുന്നേ. தலீத் எடுத்து போட்டுவிட்டு சொல்லுகிறார், വരിക. நீ எழுந்து வா. അതിന്റെ അർത്ഥം ആ കുഞ്ഞ് ജീവൻ പ്രാപിച്ചു വരണം. அந்த பிள்ளை ஜீவன் பெற்று வர வேண்டும். യേശു പറഞ്ഞപ്പോൾ തന്നെ യേശു சொன்னபோதே മരിച്ച കുഞ്ഞ് ജീവൻ പ്രാപിപ്പാൻ തുടങ്ങി. மரித்த பிள்ளை ஜீவன் பெற்றுக் கொண்டது. ഇന്ന് രാത്രി ഞാൻ പറയുകയാ, ராத்திரி வேளை சொல்லுகிறேன், മരിച്ചവരെ ഉയർപ്പിക്കുന്ന നാമമാണ് യേശു എന്ന നാമം. மரித்தவர்களை உயிரோடு எழுப்புகிற நாமம் தான் இயேசுவின் நாமம். എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയോ? எத்தனை பேர் விசுவாசிக்க? മരിച്ചു 4 നാളായി നാറ്റം വെച്ച ലാസറിനെ പുറത്തു കൊണ്ടുവന്ന നാമമാണ് എന്റെ യേശുവിന്റെ നാമം. மரித்த 4 நாளாய் நாற்றம் எடுத்த லாசரை உயிரோடு எழுப்பின நாமம் தான் இயேசுவின் நாமம். ഇന്ന് രാത്രി ആ നാമം നിന്നെ നോക്കി പറയുകയാ, இந்த ராத்திரி வேளை அந்த நாமம் உன்னை பார்த்து சொல்லுகிறது, തലീതാ കൂമി. தலீத் தகுமி. എല്ലാവരും വായ തുറന്ന് പറ, തലീതാ எல்லாரும் കൂമി. வாயை திறந்து சொல்லுங்க, தலீத் தகுமி. ഒരിക്കൽ കൂടി വായ തുറന്ന് പറ, ஒரு തലീതാ முறை கூட കൂമി. சொல்லுங்க, தலீத் தகுமி. ഉടനടി ആ കുഞ്ഞ് ജീവൻ പ്രാപിക്കുകയാ. உடனடியாக அந்த பிள்ளை ஜீவன் பெற்றுக் கொள்கிறது. ഒരിക്കൽ യേശു കർത്താവ് ഇങ്ങനെ നയീൻ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് പോകുമ്പോ, இயேசு கிறிஸ்து நயீன் என்று சொல்லக்கூடிய ஊரிலே போகும்போது ഒരു കുഞ്ഞിന്റെ ശവം അടക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് വരികയാ. வாலிபருடைய பிணத்தை அடக்கம் செய்யும்படி சுமந்து கொண்டு வருகிறார்கள். യേശു വരുന്നു. இயேசு வருகிறார். ആ ശവം ചുമക്കുന്ന മഞ്ചത്തെ കയറി യേശു തൊട്ടു. அந்த பாடையை இயேசு தொட்டார். ഉടനെ അവർ നിന്നു. உடனடியாக அவர்கள் എന്നിട്ട് நின்றார்கள். യേശു ആ ശവത്തെ നോക്കി പറഞ്ഞു, இயேசு அந்த பிரேதத்தை பார்த்து சொன்னார், എഴുന്നേക്കാൻ പറഞ്ഞു. எழுந்து வா. ഉടനടി ആ കുഞ്ഞ് ജീവൻ പ്രാപിച്ച് உடனே എഴുന്നേറ്റു. அந்த வாலிபன் ஜீவன் பெற்றுக் கொண்டார். യേശുവിന്റെ നാമം, இயேசுவின் நாமம், മരിച്ചവരെ ഉയർപ്പിക്കുന്ന നാമം. மரித்தோரை உயிரோடு எழுப்புகிற நாமம். വിശ്വസിക്കുന്നവർ മാത്രം കര ഉയർത്തി പറയുക, விசுவாசிகள் கரங்களை வைத்து சொல்லுங்க, യേശുവിന്റെ നാമം, இயேசுவின் நாமம், മരിച്ചവരെ ഉയർപ്പിക്കുന്ന നാമം. மரித்தவரை உயிரோடு எழுப்புகிற நாமம். മരിച്ചവരെ ഉയർപ്പിക്കുന്ന നാമം. மரித்தவரை உயிரோடு எழுப்புகிற நாமம். മരിച്ചവരെ ഉയർപ്പിക്കുന്ന യേശുവിന് നിന്റെ തലമുറയുടെ കെട്ടഴിക്കാൻ കഴിയും. ஆமென். மரித்தவரை உயிரோடு எழுப்புகிற இயேசு உன்னுடைய பிள்ளைகளுக்குள்ள கிரியை செய்ய வேண்டும். ബൈബിൾ പറയുന്നു, வேதம் சொல்லுகிறது, സാറായുടെ ഗർഭപാത്രം ജീവനറ്റു പോയതാണ്. சாராளுடைய கர்ப்பம் செத்து போனது. പക്ഷേ എന്റെ ദൈവത്തിന്റെ വാർത്ത വന്നപ്പോ தேவனுடைய வார்த்தை நிறைவேறும் போது നിർജീവമായത് ജീവൻ പ്രാപിപ്പാൻ തുടങ്ങി. ஜீவன் இல்லாத கர்ப்பம் ஜீவன் பெற்றது. ഇന്ന് രാത്രി ഞാൻ കൽപ്പിക്കുകയാ, இந்த ராத்திரி வேளையிலே கட்டளையிடுகிறேன், നിർജീവമായ ചിലത് ജീവനിലേക്ക് വരാൻ പോകുകയാ. ஜீவனற்றதான சில ஜீவன் பெற்றுக்கொள்ள போகிறது.